بآبائهم الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن مما أخاف عليكم بعد أن يفتح عليكم من زهرة الدنيا وزينتها الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه وأتباعه أجمعين يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر الآثين كلي غافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك يا سيدي مجدي سندي ويا هددي مؤيدي مددي عمدي لا سددي سيدي سددي أرضي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها حرا وباء الحاكما المصطفى والمرتضى وابناهما والفاطمة مسجد النبوي പോയോരേ മലർ മുത്തിൻ്റെ മുമ്പിലിരുന്നോരേ മാധുര്യമേറെ നോകരുന്നോരേ മുത്ത്
മൊഴിഞ്ഞരിയാളെയും കണ്ടോരേ മസ്ജിദുൻ നബവിയിൽ പോയോരേ മലർ മുത്തിന്റെ മുമ്പിലിരുന്നോരേ മാധുര്യമേറെ മോകർന്നോരേ മുത്ത് മൊഴിഞ്ഞരിയാളെയും കണ്ടോരേ ജന്നത്തിൻ തോട്ടം അവിടെ നീ കണ്ടില്ലേ ജന്നത്തിൻ ഭക്തിയിൽ മണ്ണിൻ ചവിട്ടിയിലെ മണ്ണല്ലതു പൊന്നെന്ന് കാര്യം ഗൗനിച്ചില്ലേ വന്നേനെ ഞാനും നിന്നേനെ നിന്ന് മൊഴിയാൻ സനമാനെ ഞാനും ഏറെ കോതിയ മനമാനെ പൊന്നും പണമൊന്നുമില്ലാതെ ഞാനും ഏറെ കരഞ്ഞതുവായാനേ മസ്ജിദുൻ നബവിയിൽ പോയോരേ മലർമുത്തിന്റെ മുമ്പിലിരുന്നോരേ മാധുര്യമേറെ നുകർന്നോരേ മുത്ത് മൊഴിഞ്ഞരിയാളെയും കണ്ടോരേ ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ബഹുമാന്യനായ നമ്മുടെ തെക്കും ഭാഗത്തെല്ലാം കുളപ്പുറ ഉസ്താദ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകളെ ഈ പരിശുദ്ധവും പരിപാവനവുമായ മജ്‌ലിസിൽ വളരെ താല്പര്യപൂർവ്വം എത്തിച്ചേർന്ന ഈ സദസ്സിന്റെ ദുആഇന്റെ ഇജാബത്തിന് കാരണക്കാരായ പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ സാദാത്യങ്ങളെ സയ്യിദന്മാരെ ഉമ്മദന്മാരെ സഹോദരി സഹോദരങ്ങളെ ശിഷ്യ ചേലക്കോട് അസാത്തുൽ ഹുദ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളായ ഈ പരിപാടിയുടെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മദന്മാരെ രക്ഷകർത്താക്കളെ യുവ സുഹൃത്തുക്കളെ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഗുരുനാഥന്റെ ബറക്കത്ത് കൊണ്ട് മുൻകഴിഞ്ഞു പോയ സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കളുടെ നേതൃത്വത്തിന്റെ ബലം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ, നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഈ നാടിന്റെ ദീനിന്റെ വിളക്കായി നിലകൊള്ളുന്ന അസാസുൽ ഹുദ മദ്രസ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അതിന്റെ വിജയം ആസ്വദിക്കാൻ ഇവിടെയും പരലോകത്തും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് കുന്നുംപുറം ചേലക്കോട് അസാസുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി സംഘം സംഘടിപ്പിച്ച വിപുലമായ പരിപാടിയുടെ രണ്ടാമത്തെയും സമാപന ദിവസവുമാണ് അൽഹംദുലില്ലാഹ് ഇന്ന്. മണ്ണറയിലെ അത്ഭുതങ്ങൾ, ഖബർ ജീവിതത്തിന്റെ വ്യത്യസ്തമായ രംഗങ്ങൾ, ആ ഖബറിനോടുള്ള നാം സ്വീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം ഈ ദുനിയാവിന്റെ ചുരുക്കുപുറത്ത് എങ്ങനെ സ്വീകരിക്കാം, എങ്ങനെ കൊണ്ടുവരാം എന്ന ഗൗരവമുള്ള വിഷയം ഏകദേശം ചെറിയ ഒരു ഭാഗം മാത്രമാണ് നാം ഇന്നലെ അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്നുള്ള മനോഹരമായ ഭാഗം അവതരിപ്പിച്ച് ഒരുപാട് വൈകാതെ തന്നെ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ സദസ്സിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്നലെ നാം ചർച്ച ചെയ്തത് നമ്മെ മണ്ണറയിലേക്ക്
കൊണ്ടുപോകുന്ന ഗൗരവമുള്ള രംഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖുൽ അർളി ഇൽമാ, ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോരെങ്കിൽ അത് 4 ഇമാമിങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചായിരുന്നു എന്ന് പണ്ഡിതന്മാർ ഏകകണ്ഠമായി അഭിപ്രായം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം വരെ തന്റെ അണികൾക്ക് വിജ്ഞാനം നുകർന്നു കൊടുത്ത മഹാനാണ്. തന്റെ അനുയായികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് തന്ന വിജ്ഞാനത്തെ, അറിവിനെ, അതിന്റെ മാധുര്യത്തെ, അതിന്റെ ഭവ്യതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്റെ അണികളിലേക്ക് വിളമ്പിക്കൊടുക്കാൻ ഏറെ താല്പര്യം കാണിച്ച ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു എത്രയോ നാളുകളോളം ജീവിതത്തിന്റെ അവസാന സമയം കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി പോകേണ്ടുന്ന തരത്തിലുള്ള വലിയ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുകയുണ്ടായി. ചരിത്രം പറയുന്നു, അദ്ദേഹം ഇരുന്ന് ദർസ് നടത്തുമ്പോൾ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിനടിയിൽ ഒരു ഹോളിട്ടിട്ട് എഴുന്നേറ്റ് പോകാൻ കഴിയാതെ അവിടെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുവാനുള്ള ഒരവസ്ഥ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, മരണത്തോട് മല്ലിടുന്ന രോഗം ബാധിച്ച് ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട അനുചരവൃന്ദങ്ങൾ, അണികൾ, അനുയായികൾ, ശിഷ്യഗണങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വന്നിരുന്ന് ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കിടക്കുന്ന കട്ടിലിന്റെ വിരിപ്പിന്റെ ചാര വന്നിരുന്നു കൊണ്ട് ചോദിക്കുന്നു, കൈഫ അസ്ബഹതു യാ ശൈഖി, ഇങ്ങനെയുണ്ട് ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രഭാതം എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ നിറകണ്ണുകളോടെ തന്റെ അണികൾക്ക് കൊടുക്കുന്ന മറുപടി, അസ്ബഹതു മിനദ് ദുനിയാ റാഹില വലിയ ഖവാനി മുബാരിഖാ വലികസിൽ മനിയത്തി താരിബാ വലിസൂഇ അഅമാനി മുലാഖിയാ. ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ അണികളോട് പറയുകയാണ്, അസ്ബഹതു മിനദ് ദുനിയാ റാഹില, ഇന്നെന്റെ യാത്രയുടെ ദിവസമാണ്. ഇന്നത്തെ പ്രഭാതം പൊട്ടി വിടർന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നെന്റെ യാത്രയുടെ ദിവസമാണ്. ഇന്നെ ഖബറിലേക്ക്, എന്റെ പരലോകത്തെ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ണറക്കകത്തുള്ള അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് ഇന്നെന്റെ കവാടം തുറക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവ് കൊണ്ട് പരിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവര് ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് തന്റെ അണികളോട് പറയുകയാ, മരണമെന്ന് പറയുന്ന പാനീയം ഞാനിതാ കുടിക്കാൻ പോവുകയാണ്. മരണമെന്ന് പറയുന്ന പാനീയം ഞാനിതാ കുടിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ മരണപ്പെടുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശാഫി റളിയല്ലാഹു തആല അനുചരവൃന്ദങ്ങളുടെ മനസ്സലിയിപ്പിക്കുമ്പോൾ, അവരുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു അതിന്റെ അവസാനം പറയുന്ന കാര്യമാണ്, എന്റെ പ്രിയമുള്ളവരെ, യാറനഗർ കുന്നംപുറത്ത് അസാത്തുൽ ഹുദാ മദ്രസയുടെ മനോഹരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഏഴാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വലിസൂഇ അഅമാനി മുലാഖിയാ. അല്ലാഹു പടച്ചതമ്പുരാനെ മണ്ണറയിലേക്ക് കൊണ്ടുവെക്കുമ്പോ, കബറകത്തേക്ക് കൊണ്ടുവെക്കുമ്പോ, ഞാൻ ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ള സർവ്വതിന്മകളും എന്നെ കബറിനകത്ത് കാത്തിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു പറയുകയാ. ഞാൻ
ചെയ്തുപോയ തിന്മകൾ എന്നെയും കാത്ത് എന്റെ ഖബറിന്റെ അകത്തിരിക്കുന്നു. ആരാ പറയുന്നേ? 7ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. നിൽക്കുന്നവർക്ക് ഇനി സൗകര്യം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മരത്തിന്റെ മുകളിലൊക്കെ ആളുണ്ട്. ഖബറിന്റെ അകത്ത് വാങ്ങു വരുമ്പോ താഴെ ചാടുന്നു. കടലാസോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്താൽ ചിലപ്പോ അവര് എന്തെങ്കിലും ഒരു സൗകര്യം സംഘാടകർ ഒന്നുകൂടെ ഒന്ന് സൗകര്യപ്പെടുത്തി നോക്കാൻ ശ്രമിക്കുക. ഏറ്റവും പുറകു ഭാഗത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. ഏറ്റവും പുറകില് സംഘാടകർ ഒരുപാട് പേരുണ്ട്. മരത്തിന്റെ മുകളിലൊക്കെ നിൽക്കുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കണം. ഇന്നലെ ഞാൻ തീരെ പാട്ട് പാടാത്ത ആളാണ്. ചിലപ്പോൾ പാട്ട് പാടുമ്പോൾ ആടണമെന്ന് തോന്നിയത് ബുദ്ധിമുട്ടല്ലേ മരത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. സഹോദരിമാർക്ക് പിന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല. അവരിപ്പോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അവരിങ്ങനെ വിശാലമായ ഒരു ഗ്രൗണ്ട് തന്നെ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ TV ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സൗകര്യമായിട്ടിരുന്ന് കാണുകയൊക്കെ ചെയ്യാം. ഇന്നലെ ഒരു സ്വർണം നഷ്ടപ്പെട്ടു പോയത് സംഘാടകർക്ക് കിട്ടി. അവര് മാന്യതയോടുകൂടി ഇത് ഇൽമിന്റെ വേദിയാണല്ലോ എന്ന് കരുതിയിട്ട് അവർ ഈ സദസ്സിൽ പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പോൾ അത് ആവശ്യം അവരുടെ അടയാള സഹിതം എന്ന് ചോദിച്ചാൽ അത് സംഘാടകരുടെ കയ്യിൽ അല്ലെങ്കിൽ പറയണം, മോനെ അത് ഇൽമിന്റെ മജ്‌ലിസിൽ അള്ളാഹുവായിട്ട് അറുത്തിട്ടതാണ്, അതുകൊണ്ട് മദ്രസയ്ക്ക് വേണ്ടിയിരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റുകയും ചെയ്യാം. അള്ളാഹുവായിട്ട് ചെയ്തതല്ലേ നമ്മുടെ. അതല്ലാതെ ഞാൻ അറുത്തെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവസാനം. അതല്ലാഹു ഞാൻ നിമിത്തം അറുത്തെടുക്കുന്നത്. അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു തീരുമാനം എടുക്കുക. അള്ളാഹു തആല ഏതായാലും നമുക്ക് പരിപൂർണമായ വിജയം നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് സംഘാടകർ പറയുന്നത്. കാരണം മരത്തിന്റെ കാരണം അതിന്റെ മുകളിൽ കുറച്ച് ഈ ചില്ലകളൊക്കെ ഒടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയാം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാലും വളരെ നമ്മൾ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, അത് ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സംഘാടകർ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. മരത്തിന്റെ ചില്ലയൊക്കെ പൊട്ടി വീണാലും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചില്ലയിൽ ഇറങ്ങി നമുക്ക് നിരത്തിരിക്കാലോ. അതുപോലെ അതൊരു മര്യാദ കേടാണ്. ഒരു സാധുമാരൊക്കെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ മരത്തിന്റെ കൊണ്ടേക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പരിപാടി. അതുകൊണ്ടുള്ള സൗകര്യത്തിൽ നിശ്ചാർത്ഥം നിരത്തിയിരിക്കുന്നതായിരിക്കും കയ്യിൽ. പിന്നെ ഒടിഞ്ഞു വീഴാത്ത മരമാണെങ്കിൽ കുഴപ്പമില്ല. വീഴുമ്പോഴേ ചിലപ്പോൾ അറിയാൻ പറ്റും ഒടിയണ മരമാണെന്നതാ. അപ്പോ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ്. ആ ഒരു മഹത്വം മാത്രമല്ല, ധാരാളം പദവികളും പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പിറന്ന നാൾ മുതൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വലിസൂഇ അഅമാലി മുലാഖിയാ, ഞാൻ ചെയ്തു പോയ തിന്മകളുടെ കൂമ്പാരങ്ങൾ മുഴുവനും എന്റെ മണ്ണറയ്ക്കകത്ത് എന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് പോവുകയാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഞാനും നിങ്ങളും എന്ത് കരുതണം പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ? അമ്മമാരും അമ്മായിമാരൊക്കെ പറയാറുണ്ടല്ലോ, മരുമക്കളെ വരട്ടാൻ വേണ്ടി ചിലപ്പോ പറയും, ഞാൻ ഖബറിലേക്ക് കാലം നീട്ടിയിരിക്കുന്നതാ, എനിക്കിനി എന്ത് സുഖിക്കാൻ, ഇന്നോ നാളെ ഞാൻ ഖബറിലെന്ന് പറഞ്ഞിരിക്കുമ്പോ എനിക്കിനി എന്ത് സുഖിക്കാൻ എന്ന് പറയുന്നവരുണ്ടല്ലോ. ഞാനിനി എന്തിനു സുഖിക്കാനാ, ഞാൻ എന്നോ നാളെ ഖബറിലേക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയല്ല അല്ലേ? ചില ഉപ്പ തന്റെ മക്കളോട് പറഞ്ഞെന്നാ അസുഖം വന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോയപ്പോ ഉപ്പ പവറിൽ പറഞ്ഞു, വേണ്ട മോനെ, ഞാനിപ്പോ എന്തായാലും മരിക്കാറൊക്കെ ആയില്ലേ, ഇനിയിപ്പോ നിങ്ങൾ കൊണ്ടുപോയി ചികിത്സ നടത്തേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഞാൻ ഉടനെ മരിക്കും എന്ന് ഉപ്പ പറഞ്ഞു. എങ്കിലും മക്കൾ നിർബന്ധിച്ച് കൊണ്ടുപോയി ചികിത്സ നടത്തിയോണ്ട് ഡോക്ടർ പറഞ്ഞു, ഇനി വലിയ താമസമില്ല, ഒരു 2-3 ദിവസത്തിനൊക്കെ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പാപ്പൊക്കെ പേടി തുടങ്ങി. കാരണം എന്താ, ഉപ്പ ഇത്രയും നേരം പറഞ്ഞ വെറും തമാശയ്ക്കാ. ഡോക്ടർ കാര്യമായി പരിശോധിച്ചിട്ട് ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തിനകത്ത് സംഭവം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് എപ്പോഴാണ് തുടങ്ങി, മക്കളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് വേഗം കൊണ്ടുപോകാം.
അപ്പൊ ഇത് തമാശക്ക് പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും, എനിക്ക് കഴിയും, നിങ്ങൾക്ക് സാധിക്കും. എന്നാലും 90 വയസ്സ് കഴിഞ്ഞാലും 99 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് മരിക്കുമെന്നുള്ള അല്ലെങ്കിൽ മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. ആ പ്രയാസത്തെ മാറ്റിവെച്ചുകൊണ്ട് മരണത്തെ ഒരുപാട് ഇഷ്ടപ്പെടുവാനും ആ മരണം അല്ലാഹു നമുക്ക് തരുന്ന ഒരു സ്വീകരണമായി ഏറ്റുവാങ്ങിയത്തെ മണ്ണറയിലേക്ക് അഭിമാനത്തോടെ നെഞ്ചുവിരിച്ചു പോകാനും എന്റെ പ്രിയമുള്ള സമുദായത്തിലെ സഹോദരങ്ങളെ മനസ്സിലെത്തുക. ആണ് ഈ പറയുന്നതെന്നറിയുമോ? ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല മദീനയുടെ തിരുമുറ്റത്തിരുന്ന് ദർസ് നടത്തുമ്പോൾ എന്തോരു സൗഭാഗ്യമാണ് അവർക്കൊക്കെ അല്ലാഹു കൊടുത്തിരിക്കുന്നത്. മദീനയുടെ ഹദറത്തിലേക്ക് കടന്നു വന്നാൽ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല കാലിൽ ചെരുപ്പ് ധരിച്ചിരുന്നില്ല. അനന്തേ അവിടെ കിടക്കുന്നതാരാ, അവിടെ കിടക്കുന്നതാരാ, അവിടെ കിടക്കുന്നതാരാ ഇന്ന് പോലും മസ്ജിദിന്റെ വലിക്കകത്ത് കാലിലുള്ള ചെരുപ്പോര് കയ്യിൽ വെച്ചുകൊണ്ട് പള്ളിക്കകത്തോടെ നടന്നു പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല മസ്ജിദ് നബവിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നാൽ പിന്നെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ കിടക്കുന്ന മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ, മനസ്സിന്റെ രാജാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത മഹബത്ത് കൊണ്ട്, അനുരാഗം കൊണ്ട്, അനുകമ്പ കൊണ്ട്, ആർദ്രത കൊണ്ട്, ബഹുമാനം കൊണ്ട്, ഭയപ്പാട് കൊണ്ടാണ് സംഭവിച്ചു പോയതെങ്കിൽ ബഹുമാനപ്പെട്ടവര് മദീനയുടെ തിരുമുമ്പിൽ നിന്ന് ദർസ് നടത്തുമ്പോൾ ഇമാം റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടിയാണ്. സദസ്സിന്റെ ഏറ്റവും പുറകിലുണ്ടായിരിക്കും വലിയ വലിയ മഹത്തുക്കളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിന്റെ ഏറ്റവും പുറകിലാണ് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. എന്നിട്ട് തന്റെ വലത്തെ കൈയുടെ വിരൽ കൊണ്ടുകൊണ്ട് ഇടത്തെ കൈവെള്ളയിൽ ഇങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുമായിരുന്നു. എഴുതാൻ പുസ്തകങ്ങളില്ലാത്ത കാലഘട്ടം വിരൽ തുമ്പ് പേനയാക്കി കൈവെള്ള കിതാബാക്കി എഴുതുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ വരാൻ പറഞ്ഞു. വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഏറ്റവും പുറകിലിരുന്ന് വിരൽ കൊണ്ട് കാണിക്കുന്നത് എന്താണ്? ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുന്ന് ഈ മഹത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് മുഴുവനും ഇങ്ങനെ എഴുതി ഞാൻ മനഃപ്പാഠമാക്കുകയാണ്. ഇങ്ങനെ എഴുതി ഞാൻ മനഃപ്പാഠമാക്കുകയാണ്. ഒരു സഹോദരൻ രാത്രിയിൽ മുഖം പൊടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നാളെ പരീക്ഷയാണ്, വല്ലാത്ത ടെൻഷനാണ്, ഉസ്താദ് ദുആ ചെയ്യണം, നിങ്ങളുടെ ദുആയുടെ ഒരു വിശ്വാസത്തിലാണ് നാളെ ആ പരീക്ഷ ഹാളിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, നല്ലപോലെ പഠിക്കണം, വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നാളെ എന്റെ പരിശാല ഞാൻ പരീക്ഷയ്ക്ക് എഴുതാനുള്ള തുണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും പിടിക്കപ്പെടാതിരിക്കാൻ മഹാന്മാരുടെ കാവലുണ്ടാവുക ഉസ്താദ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ പ്രൊഫസർമാർക്കും പ്രിൻസിപ്പലിനും ഒക്കെ വലിയ കണ്ണെന്നാ പറയാം. ഒരുപാട് തുണ്ട് പിടിച്ചിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട വീരാൻകുട്ടി ഉസ്താദ് മഞ്ഞാണി അറബി കോളേജ്. കാരണം അവിടെ കൂടുതലും പഠിക്കുന്നത് തിരുവനന്തപുരം ജില്ലക്കാർ, അവരൊക്കെ വലിയ തരികളാണ്. പക്ഷെ എങ്കിലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഉസ്താദിന്റെ മുമ്പ് ഒരു പരിപാടി നടക്കത്തില്ല. ഉസ്താദ് ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും സംഭവം അടിയും ഊരിയും എടുക്കുന്നുണ്ട്. അതോടുകൂടി കർത്തം പോകാനാണ്. അപ്പൊ ഇത് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പതിയും. തുണ്ട് 10 എഴുതിയാൽ പിന്നെ അത് തുണ്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ മനസ്സിൽ പതിഞ്ഞു കഴിയും. അപ്പൊ ഒരു തുണ്ടിന് പോലെ ഒരു 10 എഴുതുക കോപ്പി എഴുതുമ്പോൾ. അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയും, പിന്നെ അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ്, എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമനാ സാഖി റളിയല്ലാഹു അൻഹു പറയുന്ന ഉസ്താദേ, എന്റെ ഈ വിരൽത്തുമ്പ് കൊണ്ട് കൈവെള്ളയിലേക്ക് ഞാൻ എഴുതിയിട്ട് പഠിക്കുകയായിരുന്നെന്ന് പറഞ്ഞപ്പോൾ മാലിക് ഉസ്താദിന് അത്ഭുതമായി. ബഹുമാനപ്പെട്ടവരെ ചോദിക്കുകയാണെന്നാൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഹദീസുകൾ മുഴുവനും നിനക്ക് മനഃപ്പാഠമാണെങ്കിൽ ഒന്ന് പറയുക. ഒരു അളന്നു നോക്കാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ ഇതുവരെ പറഞ്ഞ ഹദീസുകൾ മുഴുവനും അത്രത്തോളം നീ മനഃപ്പാഠമാക്കുന്ന ആളാണെങ്കിൽ ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു. ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് മാത്രമല്ല, അത് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പേര് മാലിക് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളുടെ പേരുൾപ്പെടെ അനേകായിരം ഹദീസുകൾ മുഴുവനും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ചെറിയ പ്രായമാ മാലിക് ഉസ്താദിന് അത്ഭുതം തോന്നി, വല്ലാത്ത അത്ഭുതം തോന്നി. തിരിച്ച് വീട്ടിലേക്ക് വന്നാലോ, വീട്ടിൽ വന്നാൽ കുടുംബത്തോട് ഇത് തന്നെ പറച്ചില്. ഷാഫി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, എന്ത് വിശാലാണ്. നമ്മളൊക്കെ വീട്ടിൽ പോയാലും ഇപ്പോൾ ഞാൻ ഇന്നിപ്പോ രാത്രി ഇവിടെ നിന്ന് തിരിച്ച് നാളെ രാവിലെ വീടെത്തിയാലും വൈഫ് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും.
എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളിലേക്ക് അത് വിശേഷങ്ങൾ അന്വേഷിക്കല. മക്കൾ ചോദിക്കും ഉപ്പ ഇന്നലെ പോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, വൈഫ് ചോദിക്കും ഇന്നലെ പോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഉമ്മ ചോദിക്കും മക്കൾ ഇന്നലെ പോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ഇവിടുത്തെ അവസ്ഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ നടന്നു അതൊക്കെ പറഞ്ഞു കൊടുക്കും. ഉസ്താദ് ഇപ്പൊ കോളേജിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ചോദിക്കൂലേ കുടുംബക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ആഴ്ചത്തെ പോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, മദർസയിൽ പ്രത്യേകതകൾ എന്തെങ്കിലും. അപ്പൊ ഏറ്റവും ബുദ്ധിശാലിയായ കുട്ടിയെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ വീട്ടിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. മാലിക് ഉസ്താദിന് ഷാഫി 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 എന്ന് പറഞ്ഞെടുക്കാനേ സമയമുള്ളൂ. എപ്പോഴും തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മാലിക് ഉസ്താദ് മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പൊന്നുമകൾക്ക് ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? ബഹുമാനപ്പെട്ടവരെ, ഒരു ദിവസം ഈ ഷാഫി എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഒരു ദിവസം നമ്മുടെ വീട്ടിന്റെ അകത്ത് കിടത്തി ഉറക്കാം. ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാം. അത്രത്തോളം മഹത്വമുള്ള, അത്രത്തോളം പവറുള്ള, അത്രത്തോളം ഹദീസുകൾ മനഃപാഠമാക്കിയ പ്രിയപ്പെട്ട കുട്ടിയെ കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കുമല്ലോ ഉപ്പാ. അതുകൊണ്ട് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ തന്റെ കരളായ പൊന്നുമോളുടെ ആവശ്യം തള്ളിക്കളയാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. പൊന്നുമോളെ, ഞാൻ ഷാഫിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല മദീനയിലേക്ക് ചെല്ലുകയാ. അവിടെ ദർസ് പഠിക്കാൻ വന്ന, ഇൽമു പഠിക്കാൻ വന്ന ബഹുമാനപ്പെട്ട ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായക്കാരനാ. ആ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, ഇന്ന് വൈകുന്നേരം ഉസ്താദിന്റെ വീട്ടിലാണ് ഭക്ഷണം. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന് വലിയ സന്തോഷം, അൽഹംദുലില്ലാഹ് വരാനൊക്കെ സമ്മതിച്ചു. മാലിക് ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഒരു ഹദീസിൽ ഷാഫി ഇമാമിന് ഒരു ചെറിയ സംശയം. വലിയ ഉസ്താദാണ് മാലിക് ഇമാം. അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഹദീസിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയാണ് എങ്കിൽ പോലും ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ചെറിയൊരു സംശയം. അള്ളാന്റെ ഹബീബ് അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഇന്നൊരു സംശയം മനസ്സിൽ ഇങ്ങനെ മുടക്കി കിടക്കാൻ. അങ്ങനെ മാലിക് ഇമാമിന്റെ കൂടെ വീട്ടിലേക്ക് രാത്രി നടക്കുകയാണ്. നടന്നു വരുമ്പോൾ ചോദിക്കുന്നു, എന്തോ നിന്റെ മുഖത്തൊരു വെളിച്ചമില്ലല്ലോ, എന്റെ കാരണം? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമില്ല ഉസ്താദേ, ഉസ്താദ് നടന്നു. അങ്ങനെ പുറകെ നടന്നു, വീട്ടിൽ ചെന്നു. അന്ന് പലകെ പോലുള്ള സംഭവത്തിലൊക്കെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അതിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ധാരാളം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ സമയമായപ്പോ ബഹുമാനപ്പെട്ട മോള് വന്നിട്ട് മാലിക് ഇമാമിനോട് പറഞ്ഞു, ഉപ്പാ, ഷാഫി ഇമാമിന് ഉറങ്ങാനുള്ള റൂമും കിടക്കയൊക്കെ ഞാൻ വൃത്തിയാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് മോൾ എന്ത് ചെയ്തെന്നറിയോ? ആ റൂമിന്റെ ഭാഗത്ത് ചെറിയ ഒരു ഹോളിട്ട് വെച്ചിരുന്നു. ഷാഫി ഇമാമ കിടക്കുന്നത് കാണാം, ഇരിക്കുന്നത് കാണാം, നിൽക്കുന്നത് കാണാം, നടക്കുന്നത് ഒക്കെ കാണാം. ഒരു ഹോളിട്ട് വെച്ചിരുന്നു. ഇപ്പോ കുന്നുംപുറത്തെ ചില ഉമ്മമാരിപ്പോ വിചാരിക്കോ എന്റെ മോളെ അതേ സ്വഭാവം തന്നെ അല്ലേ? ചിലരെങ്ങനെ പറയും, അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കട്ടെ, നന്നാവണമെങ്കിൽ ആമീൻ പറഞ്ഞാൽ പോലെ മൊബൈൽ മാറ്റി ദൂരെ എറിയണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് ഡബിൾ ക്യാമറ ഉള്ള മൊബൈൽ, എന്നിട്ട് സ്കൂളിൽ പോയി ഡാഡിയെ വിളിക്കാനാണ് പറച്ചില്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലാഹു അലം. മൊബൈൽ എടുത്ത് നോക്കിയാൽ കാണാം 100 മെസ്സേജ്, ഐ മിസ് യുടാ, ഐ മിസ് യുടാ, ഐ മിസ് യുടാ. ആരെയാണ് മെസ്സേജ് അയച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ ഒരു വലിയ തീരുമാനം ഉടനെ എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു ഉപ്പമാർക്കും നിക്കാഹ് എന്ന് പറയാനുള്ള അവസരം കൊടുക്കാതെ മക്കൾ പോകും. ഉറപ്പുള്ള കാര്യമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മോള് ചെയ്തത് എന്തിനാണ് എന്ന് പിന്നീട് അറിയാം. മോള് ചെയ്തത് എന്തിനാണെന്നറിയോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം ഹദീസ് മനഃപാഠമാക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കണമെങ്കിൽ പാതിരാത്രി ഒരുപാട് ഇബാദത്ത് കാണുമല്ലോ അല്ലാഹ്. അതുകൊണ്ട് പാതിരാ സമയത്ത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഇബാദത്തുകൾ എന്തൊക്കെയാ എന്ന് പരിശോധിക്കാനാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൾ റൂമിന്റെ അകത്ത് ഹോളിട്ട് വെച്ചത്. ഷാഫി ഇമാം എത്ര റകഅത്താണ് നിസ്കരിക്കുന്നത്, ഷാഫി ഇമാം എത്ര സുജൂദാ ചെയ്യുന്നത്, ഷാഫി ഇമാം എന്തൊക്കെ ആരാധനകളാ റൂമിന്റെ അകത്ത് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് നാളെ മുതൽ എനിക്കും അതുപോലെ ചെയ്തിട്ടതിന്റെ പ്രതിഫലം നേടാൻ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൾ കാത്തിരുന്നത്. അവസാനം സുബ്ഹാനല്ലാഹ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റൂമിന്റെ അകത്തേക്ക് കടന്നു പോയെന്ന് മാത്രമല്ല, ആ റൂമിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഒരൊറ്റ കിടത്തയാ. പിന്നെ ഉണർന്നതെപ്പോഴാ? സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്താണ്. ഒരു റക്അത്ത് പോലും
പോയി കിടന്നു. പിന്നെ സുബഹി ബാങ്ക് കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നു. എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ മുമ്പേ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പരാതിയുമായിട്ട് നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു രാത്രിയിൽ അനേകം ഇബാദത്തുകളും ആരാധനകളും ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പരിശോധിച്ച് നോക്കി. ഒരു റക്അത്ത് പോലും നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ഇമാമ അല്ലേ ചോദിക്കാറില്ലേ? ഉപകരിക്കാതെ കിടന്നുറങ്ങുന്ന എന്ത് പ്രവാചകനാ ചോദിക്കാറില്ലേ? നമ്മുടെ വീട്ടിലാണ് ഉസ്താദ് കിടന്നത്. ഉസ്താദ് ശരിക്കും ഭക്ഷണം കഴിച്ചു. ഉസ്താദ് എഴുന്നേറ്റത് 10 മണിക്കാണ്. നമ്മൾ സുബൈക്ക് പോയി വാതിൽ വിട്ടിട്ട് ഉസ്താദ് അനങ്ങിയിട്ടില്ല. ഉസ്താദിനോട് ചോദിച്ചത് ഉസ്താദ് പറഞ്ഞു, ഞാൻ മക്കയിലായിരുന്നു, 10 മണിക്ക് എത്തിയതേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രവാചകന്മാരെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അവർക്ക് പ്രസംഗിക്കാൻ ഏറ്റവും നല്ലത് മക്കയാണ്. അവിടെ പ്രസംഗിച്ചെങ്കിലേ പറ്റുള്ളൂ. അള്ളാഹു തആല ആലിമീങ്ങളെ കൊണ്ട് നമ്മുടെ സദസ്സിനെയും നമ്മുടെ നാടിനെയും നമ്മുടെ പള്ളികളെയും അള്ളാഹു അലങ്കരിക്കുമാറാകട്ടെ. മുഖ്ലിസീങ്ങളായ ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെയൊക്കെ പൊരുത്തവും ഗുരുത്വവും തന്ന ആ വഴിയിലൂടെ സൂക്ഷ്മതയോടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ മനഃപ്പാഠമാക്കുന്ന ആരാധനയുടെ ചൈതന്യം മുഴുവനും വാർത്തെടുത്ത് വെച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി ഇമാം രാത്രികാലത്ത് ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവള് പറഞ്ഞുപ്പാ, നിങ്ങൾ തന്നെ വിളിച്ചന്വേഷിക്കുക. ഷാഫി ഇമാമിന്റെ അടിയിലേക്ക് വിളിച്ചു. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഷാഫി ഇമാം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇതുപോലെ ഒരു സുഖമുള്ള രാത്രി എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അപ്പൊ മോളുപ്പാനോട് പറഞ്ഞു, കണ്ടോ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നു. മാലിക് ഇമാം ചോദിച്ചു, എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി. എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് ചോദിച്ചപ്പോൾ കുറെ നേരം ഒന്നും മിണ്ടിയില്ല. എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു തആല പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദെ, അവിടുന്ന് രാവിലെ മദീനയുടെ തിരുമുറ്റത്ത് വെച്ച് പറഞ്ഞിരുന്ന മനോഹരമായ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണോ പറഞ്ഞത് എന്ന ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സംശയം കൊണ്ടാണ് ഞാനിങ്ങനെ നടന്നത്. ഉസ്താദ്, അങ്ങയോട് ഇങ്ങനെ ചോദിക്കുമല്ലോ, ഇനി അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെയാണോ പറഞ്ഞിരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയുമോ എന്ന മനസ്സിലൊരു സംശയം ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരുന്നു. അവസാനം ഉസ്താദ് വഴിയിൽ വെച്ച് ചോദിച്ചില്ലേ, എന്തേ പൊന്നുപോലെ നിന്റെ മുഖത്ത് വല്ലാത്ത വെളിച്ചക്കുറവ്, എന്തേ മനസ്സിന്റെ സങ്കടമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എന്താണ് അതിന്റെ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇമാമനാ ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാലിക് ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണോ പറഞ്ഞതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ വന്നു ഉസ്താദേ. അവിടെ നിന്ന് തന്ന ഭക്ഷണം കഴിച്ചു ഉസ്താദ്. എന്നിട്ട് ആ ഭക്ഷണവും കഴിച്ചുകൊണ്ട് അങ്ങയുടെ മകളൊരുക്കി തന്ന കിടക്കയിലേക്ക് രാജ്യം കിടക്കുകയാ. ആ സമയത്തിന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയുമോ? കുറെ നേരം കിടന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ഇബാദത്തിന് എഴുന്നേൽക്കാ. രാത്രിയുടെ 1/3 ഭാഗം ഇബാദത്തിന് വേണ്ടി മരിക്കുന്നത് വരെ മാറ്റിവെച്ച് അവസാന സമയം രാത്രി മുഴുവനും ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച ബഹുമാനപ്പെട്ട ഇമാമുനാ ഷാഫി റളിയല്ലാഹു തആല പറയുകയാ, കിടക്കയിലേക്ക് ഞാൻ ചെന്ന് കിടക്കുമ്പോഴും എന്റെ മനസ്സിന്റെ ആശങ്ക എന്താ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് അങ്ങനെ തന്നെയാണോ? അതല്ല എന്റെ ഉസ്താദിന് തെറ്റുപറ്റിപ്പോയതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനങ്ങനെ കിടക്കയിലങ്ങ് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കടന്നു വന്നു. ഉസ്താദ്, എന്റെ ഉറക്കത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ഉസ്താദേ. അകതാരിൽ സ്വപ്നം വിടരും റൗള, കണ്ണീരുറങ്ങും പ്രവാചകരെ, മദീനത്തെ മാടപ്പിറാവുകളെ, പാറിപ്പറക്കും മീനാരമിലേ. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നു ഉസ്താദേ. എന്റെ ഉറക്കത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്
അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അല്ലയോ ബഹുമാനപ്പെട്ട ശാഫിയേ, നിന്റെ മനസ്സിൽ തോന്നിയ സംശയം കടക്കാ. മാലിക് ഉസ്താദ് പറഞ്ഞ അറബി വാക്കിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. ഇന്നലെ രാത്രിയിലെ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദ്, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോ ആ രാത്രി തീർന്നത് ഞാൻ അറിഞ്ഞില്ല ഉസ്താദ്. എന്തോ ഒരു സുഗന്ധമാണ്, എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു ആനന്ദമാണ്. അല്ലാഹുവേ, ഈ മഹനീയമായ വേദിയിൽ വന്നിരിക്കുന്ന ഞങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂകം കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മസ്ജിദ് നബവിയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കാതെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് തിരിച്ചു പോയപ്പോഴാണ് സുബ്ഹിന്റെ ബാങ്ക് കേട്ടത്. ആ സമയം അത്രയും ഞാൻ ഇവിടെ ചിലവഴിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഉസ്താദ്. ഇത് പറയുമ്പോ മാലിക് ഉസ്താദിന്റെ പൊന്നുകോട് കാൽക്കൽ വീട് പൊട്ടിക്കറിയുകയാ. അവിടെ എന്നോട് പൊറുക്കണേ, അവിടത്തോട് മത്സരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അവിടത്തെ അറിവിന്റെ മുന്നിലെത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല, അവിടത്തെ ഈമാനിന്റെ പ്രഭയുടെ മുന്നിൽ എനിക്ക് തെളിയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോരെങ്കിൽ ചെറിയ പ്രായത്തിൽ പോലും ഇത്രത്തോളം വലിയ അത്ഭുതങ്ങളുടെ രാജകുമാരനായിട്ട് സന്തോഷത്തോടെ ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട ശാഫി ഇമാം പറയുകയാ, മണ്ണറയിലേക്ക് പോകുന്ന സമയം പറയുകയാ, അവന്റെ അകത്തളത്തിലേക്ക് പോകുന്ന സമയം പറയുകയാ, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാ, വലിസൂഇ അഅ്മാലി മുലാഖിയാ. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്റെ കബറിന്റെ അകത്ത് കാത്തിരിക്കുകയാണ്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്റെ കബറിന്റെ അകത്ത് എന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കുകയാണ്. നമ്മളാണെങ്കിലോ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഇബാദത്തുകളെയും ആരാധനകളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് എത്ര വഖത്ത് നിസ്കാരം കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു, എത്ര സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊട്ടു നോക്കിയിട്ട് എത്ര നാളുകളായി നമ്മൾ ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ പൊരുത്തവും ഗുരുത്വവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ കൊണ്ടുപോകാൻ സമയം നമ്മുടെ മണ്ണറയിലേക്ക് മനുഷ്യന്റെ കൂടെ കടന്നു വരുന്നതാരാ? റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ട്. നമ്മുടെ വലതുഭാഗത്തൊരു മലക്കുണ്ട്, ഇടതുഭാഗത്തൊരു മലക്കുണ്ട്. ഗാമികളായ ഗുരുനാഥന്മാരൊക്കെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത്? നന്മതിന്മകൾ രേഖപ്പെടുത്താനുള്ള മാലാഖമാരുണ്ട്. അവര് കബറിന്റെ അകത്തളത്തിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ട് ഇറക്കി വെക്കുമ്പോൾ, ആ കബറിന്റെ അകത്തേക്ക് നമ്മുടെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ അതിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഫറത്തും മിൻ ഫരിൻ നീറാൻ. ഖബറെങ്കിൽ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിൽപ്പെട്ട ഒരു പൂന്തോട്ടമാണ്, ഇല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടിൽ നിന്നുള്ള ഒരു കുണ്ടാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റബ്ബേ. ബഹുമാനപ്പെട്ട റഖീബ് അതീദ് എന്ന മാലാഖമാര് നമ്മുടെ മയ്യത്തിന്റെ കൂടെ വരുമെന്ന, എന്നിട്ട് നമ്മുടെ മയ്യത്തിനെ കബറിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോ ജനങ്ങളെല്ലാവരും വന്ന് മണ്ണ് വാരിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ഒന്നും പുറത്ത് പ്രഭാഷണത്തിന് വന്നിട്ട് വാത് കേൾക്കാൻ മനസ്സ് കാണിച്ചിട്ട് നിസ്കരിക്കാത്തവനാണ് നീ എങ്കിൽ എന്തിനേറെ മജ്‌ലിസിൽ വന്നിരുന്നിട്ട് പോലും, ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നിട്ട് പോലും ചൂണ്ടിനടിയിലേക്ക് ലഹരി ഉപയോഗിക്കാനുള്ള മനസ്സ് നിനക്ക് അല്ലാഹു എങ്ങനെ വന്നുപോയി ചെറുപ്പക്കാരാ. അവരോടൊക്കെ ഈ മലക്കുകൾ പറയാൻ പോകുന്നത് എന്താണ് എന്ന് വിശദീകരിക്കാൻ പോവാൻ. കബറിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. അവരോടൊക്കെ എന്താ പറയാനെന്ന് സാധാരണ നമ്മുടെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒഴിവാക്കാൻ പറ്റാത്ത, അവരെ കൊണ്ട് സാധിക്കാത്ത ഒരുപാട് ദുർഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്? ചൈനി, കൈനി, ചമ്പു, തമ്പാക്ക്, വേറെന്തരണ്ടല്ലോ, ഹാൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. എല്ലാവരും വലിയ വിദ്യാഭ്യാസമുള്ളവരല്ലേ. അപ്പൊ അതൊക്കെ അകന്നു നിൽക്കുമ്പോൾ കിട്ടുന്നില്ല. അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. അന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില സഹോദരങ്ങൾ പറയും, ഇത് ചെറിയിട്ടില്ലെങ്കിലുള്ളൂ സാറേ, 3 രൂപയുടെ സാധനമല്ലേ ഉള്ളൂ, അത് അള്ളാഹു പുറത്തു വന്നില്ലേ, പിന്നെ അള്ളാഹു നിങ്ങൾ വെറുതെ തരുന്നതാണ്. അതൊക്കെ അള്ളാഹു നമ്മുടെ അള്ളാഹു 3 രൂപയുടെ സാധനമല്ലേ.
അതിലൊന്നുമില്ല സാറേ, വാസനപ്പാക്ക. ബിരിയാണി എന്നിട്ട് വായുന്നൊരു ഇത് വരാതിരിക്കാൻ വേണ്ടി, ബിരിയാണി എത്ര ഗന്ധമുള്ളതാണെങ്കിൽ കഴിക്കരുത്, അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് വാസനപ്പാക്കി വേറൊന്നുമില്ല, വേറൊന്നുമില്ല അങ്ങനെ പറയാ ചില ആൾക്കാർ. ഒരല്പം പോലും എന്റെ പ്രിയമുള്ളവർ, ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും അള്ളാഹു ആവശ്യത്തിൽ ചെയ്യുന്നത് നിങ്ങൾ കരുതണ്ട. ലഹരി എന്ന് പറഞ്ഞ സർവ്വതിനും ലഹരിയാണ്. ഇപ്പൊ ഡിസംബർ 31 വരെ ഏറ്റവും അധികം കേരളം കുളിച്ച് തീരുന്നത് ഡിസംബർ 31 പിന്നെ വലിയ പെരുന്നാളിനുമാണ് അല്ലേ? അത് ഈ സമുദായമാണ് അതിന്റെ മുമ്പിൽ എന്നതിന്റെ തെളിവാണ്. നമ്മളെ വിളിച്ചിരുത്തിയിട്ട് ഈ സമുദായത്തെ തന്നെ പല്ലുകുത്തി മണപ്പിക്കുകയല്ല ഞാൻ, പക്ഷെ നമുക്കൊന്ന് ഒരുമിച്ച് ശ്രമിച്ചാൽ നടക്കും. ഒരുപാട് മാറ്റം ഇതിനകം ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളിൽ ഏറ്റവും അധികം മാറേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ കാവി വസ്ത്രം ധരിക്കുക എന്ന്. ചില ചെറുപ്പക്കാരൊക്കെ വാതിന്റെ മജിലിസിൽ വന്നാലും കാവി മുണ്ടുകൊടുത്ത്, പിന്നെ നിങ്ങൾ ഉടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ കളിയാക്കിയെന്ന് കരുതരുത്, നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മളത് മാറ്റണം. കാരണം അത് വേറൊരു മതവിഭാഗത്തിന്റെ, ഈ കുന്നംപുറത്ത് വന്നിട്ട് മറ്റു മതങ്ങളെ പരിഹസിക്കുകയില്ല ഞാൻ, അവരൊരിക്കലും കമ്മീസിട്ടോട് നടക്കൂലല്ലോ. ഇനി അവരെങ്ങനെ നടന്നാലും നമ്മളിങ്ങനെ നടക്കാം. നമുക്ക് പ്രത്യേകമായ ഒരു വ്യക്തിത്വമുണ്ട്. ഇന്നിപ്പോ എനിക്ക് ഈ പദത്തിന്റെ കുറെ ഭാഗം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാ? കുറെ തൊപ്പിയും കുറെ കടച്ചീപ്പും ഒക്കെ വന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് കുറെയൊക്കെ തല പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൽമിന്റെ മജ്ലിസിനോടുള്ള നമ്മുടെ ഒരു താല്പര്യവും ഇൽമിന്റെ മജ്ലിസിനോടുള്ള മര്യാദയുമാണ്. കുറെയൊക്കെ അൽഹംദുലില്ലാഹ് അങ്ങനെ വന്നിട്ടുണ്ട്. അതങ്ങനെ അപ്പോഴേയും കൂടെ സ്വീകരിക്കുക. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് എന്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഒരു പള്ളിയുണ്ട്, അത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഉസ്താദിനാവുമ്പോൾ അതൊക്കെ ബന്ധമുണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് സൗകര്യപ്പെടുത്തി തരണം. ഞാൻ പറഞ്ഞു എന്താ വിഷയം? ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഉസ്താദേ. നമ്മുടെ ഒരു സുഹൃത്ത്, കൂട്ടുകാരൻ, എത്ര വയസ്സെന്നറിയാം? 20 വയസ്സ്. ഇന്നലെ രാത്രിയിൽ ഈ സമയത്ത് ഒരുപക്ഷെ ജീവിച്ചിരുന്നവനായിരിക്കാം. ഇന്നലെ രാത്രിയിൽ ഈ സമയത്ത് ഒരുപക്ഷെ ജീവിച്ചിരുന്നവനായിരിക്കാം. തന്റെ കൂട്ടുകാരനുമായി അതിരാവിലെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഗ്രൗണ്ടിൽ കിടന്ന് എന്തോ പെങ്ങളുമായിട്ടുള്ള പ്രേമബന്ധത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ബോൾ ചെയ്യുന്നവന്റെ പെങ്ങളെ ബാറ്റ് ചെയ്യുന്നവൻ പ്രേമിച്ചു. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ല. എന്നും ഒരുമിച്ച് വീട്ടിൽ പോലും ചെല്ലും, ഗ്ലൗസ് എടുക്കും, ബോൾ എടുക്കും, സ്റ്റമ്പ് എടുക്കും, എല്ലാം എടുക്കും. അതിന്റെ ഇടയിൽ കൂടെ മോളുടെ മനസ്സെടുത്തത് അവൻ അറിഞ്ഞില്ല, പെങ്ങളുടെ മനസ്സെടുത്തത് അറിഞ്ഞില്ല. അതെല്ലാം എടുത്തുനിന്ന് ക്രിക്കറ്റ് കളിക്കും, ഇങ്ങനെ പോകും. അവസാനം മെസ്സേജുകളും കത്തുകളും കണ്ടെടുത്തപ്പോൾ ഈ സുഹൃത്ത് മറ്റേ സുഹൃത്തിനോട് ദേഷ്യപ്പെട്ടു. സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലയടിച്ച് പിളർന്നു, തലച്ചോറ് പൊട്ടിച്ചിതറി. ആ സെക്കൻഡിൽ ആ ഗ്രൗണ്ടിൽ കിടന്ന് മരണപ്പെട്ടു പോയി. ഇന്ന് ഇശാനസ്കാരത്തിന് മുമ്പ് ഖബറിലേക്ക് ഇറക്കുകയും ചെയ്തു. ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതാണ്. 20 വയസ്സുകാരും ഞാൻ നാളെ മരിക്കും മറ്റന്നാൾ മരിക്കുമെന്ന് ചിന്തിക്കുന്നവരല്ല. അവരുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അവരുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആശകളുണ്ട്. അതെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോ കണ്ണുപിടിക്കാനും പെണ്ണുപിടിക്കാനും ആൻസുപയോഗിക്കാനും കാവിയുടുക്കാനുമല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആവേശത്തിന്റെ മനസ്സ് കാണിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ നിന്റെ പിതാവ് പിന്തിരിപ്പിക്കൂല. അവിടെ നീ ഖബർ മറന്നു പോകും, ലോകം മറന്നു പോകും, മഹ്ശർ മറന്നു പോകും. മറക്കാൻ പാടില്ല. അങ്ങനത്തവനാണ് നീ എങ്കിലും നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോൾ എന്ന മാലാഖമാര് ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് പറയുന്ന കാര്യമെന്തെന്നറിയുമോ? അങ്ങനെയുള്ള മാലാഖമാര് പറയുന്നതെന്തെന്നറിയുമോ? സഹോദരിമാരെ, മരണ വീട്ടിൽ വരുമ്പോ മാത്രം ഒരു തലമറക്കുന്ന, മൊയ്യാമാരെ കാണുമ്പോ മാത്രം ഒന്ന് തലമറക്കുന്ന, വാങ്ങിയേക്കുമ്പോ മാത്രം ഒന്ന് തലമറക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് തെക്കൻ ഭാഗത്തെ സഹോദരിമാർക്കുള്ളതുപോലെ മലബാറങ്ങനെ കടമെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചവുമ്മ, ശരീരത്തിന്റെ ഒരു തുണിവെളുപ്പോ ശരീരത്തിന്റെ ഒരു മുടിയഴവോ പുറത്ത് കാണിച്ച് അന്യപുരുഷന്മാരുടെ മുന്നിൽ ഞെളിഞ്ഞുകൊണ്ട് നടന്ന പെങ്ങള് കല്യാണ വീട്ടിൽ വീഡിയോക്കാരന്റെ മുന്നിൽ ശരീരത്തിന്റെ പവർ കാണിച്ചുകൊണ്ട് മണിക്കൂറുകളോളം വീഡിയോ എവിടെയാണോ വീഡിയോക്കാരൻ സഞ്ചരിക്കുന്നത് അതിന്റെ പിന്നാലെ പിതാവിന്റെ കൂട്ടാളിയായി പരക്കമ്പാന പെണ്ണേ, അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്ന മാലാഖമാര് പറയുന്നതെന്താ? അലമാരക്കകത്ത് തബാറക്കല്ലദീന്ന് പൊട്ടിക്കരയുമ്പോ, അർറഹ്മാനിന്ന് പൊട്ടിക്കരയുമ്പോ, സൂറത്തിൽ വാക്യായെന്ന് പൊട്ടിക്കരയുമ്പോ, കുങ്കുമപ്പൂ കണ്ടിട്ട്, അഗ്നിപുത്രി കണ്ടിട്ട്, ആകാശദൂത് കണ്ടിട്ട്, സാധുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണീരെടുക്കുന്ന മലബാറിന്റെ മഹത്വത്തെ കബറടക്കിയ പെണ്ണേ,
ഭരതനാട്യത്തിന് 1ാം സമ്മാനം വാങ്ങിയ, കുച്ചിപ്പുടിക്ക് 1ാം സമ്മാനം വാങ്ങിയ പൊന്നുമോളെ സിനിമാ നടിയാക്കാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ടിവിയുടെ അഭിമുഖത്തിൽ ഞെളിഞ്ഞിരുന്ന് പറഞ്ഞ മുസ്ലിം നാമധാരിയായ ഉമ്മ മാലാകമാര് നിന്നെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ മാലാകമാര് പറയുന്നതെന്തെന്നറിയുമോ? നിനക്കൊരു നന്മയും കിട്ടാതെ പോകട്ടടാ എന്ന് പറഞ്ഞിട്ടാണ് കബറിലേക്ക് ഇറക്കി വെക്കുക. മക്കളൊക്കെ മിന്നാ തലത്തിനാക്കും ഫീഹാനുഈദുക്കും എന്നൊക്കെ പറയുമ്പോൾ നിനക്കൊരു നന്മയും കിട്ടാതിരിക്കട്ടെ, നീ നാശം പിടിച്ചവനാകട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടെ നടന്ന മലക്കുകൾ നിന്നെ ശപിച്ചുകൊണ്ടിറക്കുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി. എന്നിട്ട് അവർ പറയുമത്രേ, എത്ര മോശമായ സംസാരമാണടാ നീ ഞങ്ങളെ കേൾപ്പിച്ചത്. പള്ളിയുടെ നടയിലിരുന്നു കൊണ്ട് നീ ഇബത്ത് പറഞ്ഞില്ലേ, നുണ പറഞ്ഞില്ലേ, ഫസാദ് പറഞ്ഞില്ലേ, എത്ര വിക്രിയേടുകളാ നീ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചത്, എത്ര മോശത്തരങ്ങളാ ഞങ്ങളെ കുറിച്ച് സംസാരിച്ചത്. നാട്ടിലുള്ള എത്രയോ പേരെ കുറിച്ച് എന്തെല്ലാം മോശത്തരങ്ങൾ നീ പറഞ്ഞു. എത്ര മോശമായ സ്ഥലത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയടാ, എത്ര മോശമായ സ്ഥലത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയടാ. കണ്ടുപിടിക്കാൻ പോയില്ലേ? ഡിസംബർ 31 പാതിരാത്രിയില് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ജോണി വാക്കർ എടുത്ത് വെച്ചിട്ട് വിളിച്ചപ്പോ നീ അവന്റെ പിന്നാലെ പോയില്ലേ? ഡിസംബർ മാസത്തിൽ ദുബായിൽ നിന്ന് വരുന്ന കൂട്ടുകാർ നിന്റെ ഫോണിലൂടെ വിളിച്ചിട്ട് ഷംനാദേ, ഷാനവാസേ, സുക്കൂറേ, സുധീറേ, ഞാൻ വരികയാണ്, അടിച്ചു പൊളിക്കാനാ, കുന്നുംപുറത്തേക്ക് വരികയാണ്, നിനക്ക് എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോ ഈ മജ്‌ലിസിൽ വന്നിരുന്നു കൊണ്ട് ഇൽമ കേട്ടിട്ട് അഭിമാനത്തോടെ എഴുന്നേറ്റ് പോലെ ചെറുപ്പക്കാരാ നീ അവനോട് ഫോണിലൂടെ പറയുന്നില്ലേ? അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങാം. ഞാനിപ്പോ ദുബായ് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ ദുബായ് എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീക്കകത്തുനിന്ന് നിഡോയൊക്കെ മാറ്റിരാന്നിട്ട് ഒരാളിങ്ങനെ കൊണ്ടുപോയി. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ സ്വന്തം പൈസ കൊടുത്തൊന്നും വാങ്ങാറില്ല, ആരെങ്കിലും തരുമ്പോൾ ഇങ്ങനെ തേച്ച് കയറ്റി കിടക്കില്ല. അതുകൊണ്ടല്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ സമ്മതിച്ചിരുന്നെങ്കിൽ ദുബായ് മൊത്തം ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എന്റെ വീടെത്തിയില്ല. കാരണം എല്ലാവരും ദുബായൊക്കെ ഫിഷ് മാർക്കറ്റിലേക്ക് ചെന്നാണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ മലബാറിലുള്ള എത്രയോ ചെറുപ്പക്കാർ, ചങ്ങരംകുളവും കുന്നംപുറവും യാർനഗറും ഒക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഫിഷ് മാർക്കറ്റിൽ ചെന്നാൽ ഓടി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും വരികയാണ്. എന്നിട്ട് ചോദിക്കാണ്, ഉസ്താദെ ഒരു മത്സ്യം നമ്മൾ ഇങ്ങനെ വെട്ടി കവറിലാക്കി തരട്ടെ, കൂട്ടിക്കൊണ്ട് കൊടുക്കുന്നു. അവർക്ക് തരാനുള്ള അതേ ഉള്ളൂ തരട്ടെ. അപ്പൊ എന്താണോ അവർക്ക് തരാൻ പറ്റുന്നത് അവർ തരിക. ഒരു മത്സ്യത്തിന്റെ പേര് കേട്ടിട്ട് ഞാൻ അറിയാതെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? സുൽത്താൻ ഇബ്രാഹിം. ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ നാട്ടിൽ അവിടുത്തെ ഒരു മത്സ്യത്തിന്റെ പേര് സുൽത്താൻ ഇബ്രാഹിം എഴുതി വെച്ചിരിക്കുകയാണ് പേര്. അത് കാണാനൊരു സുൽത്താൻ തന്നെയാ. നമ്മളവിടുത്തെ പോലെ 1000 രൂപ കിട്ടുന്ന ഞാനൊരു മീനല്ല. എന്തൊരു പവറാന്നറിയുന്നതില്ല. ഒരു ഗൾഫ് രാജ്യത്തിന്റെ ഒരു പൂർണ്ണമായ പവർ ഒരുമിച്ച് വാർത്തെടുത്ത പോലെ കിടക്കുന്ന എത്ര മീൻ. ഈസ എന്ന് പറയുന്ന മീനുണ്ട്, മൂസ എന്ന് പറയുന്ന മീനുണ്ട്. അറിയില്ല, അതിനിപ്പോ ഒരു കച്ചവടം നടക്കാൻ വേണ്ടി അറബികളെ പറ്റിക്കാൻ വേണ്ടി മീനിട്ടാണോന്നും അറിയില്ല. ഏതായാലും അതൊക്കെ വലിയ രസമായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഡ്യൂട്ടി ഫ്രീ ഇങ്ങനെ സാധനമാക്കി നമുക്ക് കുറേ ചെറുപ്പക്കാര് മദ്യം വിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുണ്ട്. അവർ കാരണം എന്താ, ഇപ്പൊ ഇന്നത്തെ വാതിൽ എന്തായാലും ഉണ്ടാവും അവർക്കറിയാം. അതുകൊണ്ട് പതുക്കെ അവർ മാറണം. എന്നിട്ട് അവർ മാറിയിട്ട് പേസ്റ്റ് എടുത്തിട്ട് ഇത് നല്ല സാധനമാണോ പേസ്റ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാത്ത പോലെ എനിക്കിത് വേണം, എനിക്ക് ഗോൾഡ് സെറ്റ് മതിയാ, ഗോൾഡ് സെറ്റ്. എന്നിങ്ങനെ നോക്കുകയാണ് ഞാൻ ഫോണുണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കണം, അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി സൂക്ഷ്മമായി ഇരുട്ടിലും ഇരുട്ടറയിലും ഉള്ളറയിലും പുറത്തുമെല്ലാം നല്ല പോലെ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. കപടത വില പോവില്ല. നീ എവിടെ കിടന്നാലും, നീ എന്ത് തിന്നാലും, നീ എന്ത് കുടിച്ചാലും അള്ളാഹു നോക്കുന്നുണ്ട്. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അള്ളാഹു തന്റെ അടിമകളെ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നോക്കുന്നതാണെന്ന് മാത്രമല്ല, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹു പടച്ചതമ്പുരാ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സർവ്വതും വെളിവാകുന്നതാണ് ചെറുപ്പക്കാരാ. മലക്കുകൾ നിന്നെ ശപിച്ചുകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഒരു ഗുണവും നിനക്ക് കിട്ടാതിരിക്കട്ടെ. എത്ര വ്യക്തികളുടെ മജ്‌ലിസ്
നരകത്തിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, എത്ര വ്യഭിചാരശാലയിലേക്കാ കൊണ്ടുപോയത്, എത്ര കള്ള് ചാപ്പിലേക്കാ കൊണ്ടുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് മണ്ണറയിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ കുന്നും പുറത്തെ യുവ സുഹൃത്തുക്കളെ, അള്ളാന്റെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. സയ്യിദുനാ ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാനിയു കണ്ണുകൾ ക്ഷണം തന്നെ. ിന്റെ കണ്ണുകൾ ഇങ്ങനെ കബറ് കണ്ടാൽ നിറഞ്ഞിടുകയാ. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇവിടെ രക്ഷപ്പെട്ടു പോയാൽ ബാക്കിയുള്ള പരലോകത്തിന്റെ സർവ്വവിധ അപകടകരമായ അവസ്ഥയിൽ നിന്നല്ല അവൻ പൂർണ്ണമായി രക്ഷപ്പെടുമെന്ന് എന്റെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടാൽ പൂർണ്ണമായി രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. ഒരുങ്ങണം സഹോദരിമാരെ, ഒരുങ്ങിയതിനെ പറ്റി. എത്ര 17കാരിയെ എത്ര 20കാരിയെ കൊണ്ടുപോയിട്ടില്ലേ അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിലേക്ക്, ഈ റോഡിന്റെ നറുകയിലൂടെ, ഈ നാടിന്റെ മുമ്പിലൂടെ കൊണ്ടുപോയിട്ടില്ലേ? എന്നോട് സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജുമഅത്ത് പള്ളി വരെ ഞാനങ്ങ് നടന്നു നോക്കി. എന്നിട്ട് ഓരോ ചുവട്ടടിയും മുമ്പോട്ട് വെച്ചിട്ട് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ പറഞ്ഞുകൊണ്ട് നടന്നു നോക്കി ഉസ്താദേ. എന്റെ പള്ളിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ 700 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന ദൂരം മാത്രമാണ്. ഓരോ സെക്കൻഡിലും ഞാൻ ഇങ്ങനെ ചൊല്ലിയപ്പോ, നടന്നു വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ചൊല്ലിയപ്പോൾ 700 പ്രാവശ്യം ചൊല്ലിയാൽ എന്റെ പള്ളിപ്പറമ്പിലെത്തുകയാണ്. എന്റെ ജമാഅത്തിന്റെ തിരുമുറ്റത്ത് ഞാൻ എത്തിയപ്പോ ചിന്തിച്ചതാണ്, അല്ലാഹുവേ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കൾ എന്നെ ഇങ്ങനെയാണല്ലോ ചുമന്നുകൊണ്ട് വരാനുള്ളത്. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കൾ എന്നെ ഇങ്ങനെയാണല്ലോ കൊണ്ടുവരാനുള്ളത്. അവരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ 700 തികയുമ്പോഴാണ് ഞാൻ എന്റെ ഖബറിലേക്ക് എത്തുന്നത്. എന്നിട്ട് ആ സഹോദരൻ കരയുകയാ. ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്കങ്ങനെ ഓർത്തുകൊണ്ട് കരയാൻ പറ്റോ? നിന്റെ ഭർത്താവ് പുരട്ടിയ അത്തറിന് മയ്യത്തിന്റെ മണമെന്ന് പറഞ്ഞ് ആ ഭർത്താവിന്റെ ഷർട്ടൂരി മാറ്റാൻ വരെ പ്രേരിപ്പിക്കുന്ന പെണ്ണേ, ആ മരണചിന്ത സദാവിന്റെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. അവിടെയല്ലേ ആ ഖബറിന്റെ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. ആ ചിന്തയിലാണ് എല്ലാവരും പിരിഞ്ഞു പോയാൽ പിന്നെ ഖബറിന്റെ അകത്ത് എന്താ നടക്കുന്നത്? 3 പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയാൽ പിന്നെ ഖബറിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? മദർസയിൽ പഠിച്ചു, മലക്കുകൾ വരും, ചോദ്യം ചോദിക്കും, മണ്ഡറബുക്കാവുമെന്നെ ബിയ്യുക്കാന്നൊക്കെ ചോദിക്കും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇതാരാ മൻ ഹാദാ, ഇതാരാണെന്ന് ചോദിക്കും. ആ സമയത്തൊക്കെ മറുപടി പറയുന്നവർക്ക് രക്ഷയുണ്ട്. ഇതൊക്കെ നമ്മൾ മദർസയിൽ പഠിച്ചതാണ്. ഇതങ്ങനെ സംഭവിക്കുമെന്നുള്ളതിൽ വിശ്വാസമില്ലാത്ത ഒരുപാട് പേര് സദസ്സിലില്ലേ? വിശ്വാസമില്ലാത്ത ഒരുപാട് പേര് സദസ്സിലുണ്ട്, പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കളിൽ, ചെറുപ്പക്കാര്. കാരണം ഇന്ന് ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ധാരാളം സംശയങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ എന്ത് ചെയ്യണം? ഓർക്കുന്നതാ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിസ്കാരത്തിൽ അള്ളാഹെ ഓർക്കാൻ എന്ത് ചെയ്യണം? അവൻ ആരെയാ ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്നത് ചിന്തിച്ചു പോയാൽ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ എന്ത് ചെയ്യണം? ഇന്ന് വേറെ സഹോദരൻ ചോദിച്ചതാ, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, ഈർക്കിൽ മൂക്കി കയറ്റിയിട്ട് തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. എന്താണ് സംശയം? ഞാൻ അവനോട് പറഞ്ഞു മലമൂത്ര വിസർജനം നടത്തിയാൽ കഴുകണം, പിന്നെ വൈദ്യശാലയിൽ പോയി ഇളവാനുള്ള മരുന്ന് വാങ്ങി കുടിച്ചിട്ട് സംഭവം പോവാണെങ്കിൽ കഴിവെന്ന് ചോദിച്ചു. അപ്പൊ കഴിവെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അങ്ങനെ കഴിവണമെങ്കിൽ ഇപ്പൊ അൽഹംദുലില്ലാഹ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കൃത്രിമമായി ഉണ്ടാക്കുന്ന സംശയങ്ങളല്ല, നല്ല സംശയങ്ങൾ. ഒരു സഹോദരൻ ചോദിച്ചു, ഉസ്താദേ മിനറൽ വാട്ടറിൽ നിന്ന് ഉളു എടുക്കാമോ? കാരണം മറ്റേ വെള്ളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വസ്വാസാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും 25 രൂപ മിനറൽ വാട്ടർ എവിടെ പോവാൻ സംസ്കരിക്കാൻ പോവാം. ഓ എന്തൊരു ധൈര്യമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ബുദ്ധി കൂടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും, അല്ലാഹുവേ അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, മറ്റേ ചെയ്യാമോ, മറിച്ച് ചെയ്യാമോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുന്നുകൂട്ടുകയാണ്. സഹോദരങ്ങളെ, ഖബറിന്റെ അകത്ത് പാമ്പ് വരും, തേള് വരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ച് നോക്കി, 6 അടി മണ്ണ് ഇത്രേ ഉള്ളൂ.
ഇത്ര ആഴമുള്ള 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് മയ്യത്ത് കൊണ്ടുവച്ച് കബറ് ആ പലകയിട്ട് മൂടി മണ്ണ് വാരിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോയാൽ അതിന്റെ അകത്ത് പിന്നെ മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം ചോദിക്കാൻ വരികയാണ്. അവർ വന്ന് ചോദ്യം ചോദിക്കുന്നു, ഇരുമ്പിന്റെ ദന്തുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നു, നരകത്തിന്റെ തീ ആ കബറിന്റെ അകത്ത് കത്തിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. പക്ഷേ അറിവിന്റെ നിറകുടമായ പ്രവാചകർ പറഞ്ഞു, അത് മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടം അലിയാണ് എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ നശുക്കു ഫീ അദാബിൽ ഖബ്രി ഫീ സമാനിനാ, ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടായിരുന്നു. ആരാ പറയുന്നത്? പണ്ടവൻ തന്നോട് ദീനിനുൾക്കൊണ്ട് നിന്തുള്ളോരാദരധീരരെ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച ഹത്തറിഞ്ഞലി ഹൈദർ ശൂരരെ പിന്തുക ചെയ്തത് എന്നുള്ള കലിമത്ത് കൊണ്ട് നടന്നവരെന്നും മാനിയത്ത് മണ്ടന്മാരായുള്ള കൂട്ടത്തെ കണ്ടപ്പോ നബിയോടൊത്തവരും സനീത്തെ മങ്ങാത്തോരിമാൻ പൂവാനീന് മായാത്തോരു ബഹുമാനരെ. ബഹുമാനപ്പെട്ട അലീബിന് അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് പറയുന്നു, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോ കുന്നാ നശുക്കു ഞങ്ങൾക്ക് ആ വിഷയത്തിൽ സംശയമുണ്ടായിരുന്നു. പറയുന്നു, ഖബറിന്റെ അകത്ത് 10 വരെയുള്ള പാമ്പ് വരും, ദുനിയാവിന്റെ ഒരു ഭാഗത്ത് വലിച്ചു നീട്ടിയ മറ്റേ അറ്റം വരെ നീളമുള്ള പാമ്പ് ഒരു 6 മണിക്കകത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയമായിരുന്നു, എങ്ങനെ വരും? യുക്തിവാദികൾ നിങ്ങളോട് പറയില്ലേ, ഒരിക്കലും അതൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ് എന്ന് പറയും. മനുഷ്യനെ കത്തിച്ചു കളഞ്ഞാൽ ചാരമാകുന്നു, അടക്കിയാൽ തുരുമ്പിച്ചു പോകുന്നു എന്നതല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ വളർന്നു വരുന്ന നമ്മുടെ സമുദായത്തിന്റെ മക്കളുടെ മെമ്മറിയിലേക്ക് വിഷം കുത്തി വെക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ മക്കൾ മദ്രസയിൽ പോകണം. മദ്രസയുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു പക്ഷേ പഠിക്കാൻ ഇനി മക്കൾ വന്നാലും അവിടുത്തെ സൗകര്യവും വളരെ പരിമിതമാണ്. അതിനൊരു പരിഹാരം ഈ സദസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ടെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമിനെ സ്നേഹിക്കുന്ന, ഇൽമിനെ ബഹുമാനിക്കുന്ന ഗുരുനാഥന്മാരുടെ മുന്നിൽ ഇലാകുട്ടിയ ഉസ്താദിനൊക്കെ അല്ലാഹു അസ്റായിൽ വരുന്നത് വരെയും കിതാബ് പറഞ്ഞു കൊടുക്കാനുള്ള മഹാഭാഗ്യം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തഴവൂത്താറൊക്കെ ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണപ്പെട്ടു പോയ മഹാന അസ്റായിൽ വരുമ്പോ കിതാബ് നെഞ്ചത്താണ്. ആ രീതിയിൽ മരിക്കണം, മുത്തഅല്ലിമായി മരിപ്പിക്കണം എന്ന ദുആ തഴവൂത്താറ് ജീവിതത്തിൽ ആര് കാണാൻ ചെന്നാലും പറയുമായിരുന്നു, മുത്തഅല്ലിമായി മരിക്കണം. കാരണം മൻസലക തരീഖൻ യൽതമിസു ഫീ ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഇൽമു പഠിക്കാനുള്ള വഴി ആരെങ്കിലും തിരഞ്ഞെടുത്താൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്ത് എന്റെ പ്രഭാഷണത്തിൽ നിത്യമായി വന്നുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, നിത്യമായി വന്നുകൊണ്ടിരുന്നവനാണ്. ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഉപ്പ ഒരു വലിയ ഡയറി എടുത്തുകൊണ്ടിരുന്ന് കാണിച്ചു തന്നു. കണ്ണ് നിറഞ്ഞു പോയി. പ്രിയമുള്ള സഹോദരൻ, ഡേറ്റ് എഴുതിയിട്ട് ആ സഹോദരൻ എഴുതിയിരിക്കുന്നു. ഡേറ്റ് എഴുതിയിട്ട് കുറ്റിപ്പുറത്ത് വാത് പറഞ്ഞ 8-ാം തീയതി അവിടെ ഉസ്താദ് നൗഷാദ് ബാക്കി ചർച്ച ചെയ്ത വിഷയം ഇത്. അവിടെ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ 1, 2, 3, 4, 5 എഴുതിയിരിക്കണം. അവിടെ കേട്ട ചരിത്രം, അവിടെ ഉസ്താദ് പാടിയ ബൈത്ത് ഇങ്ങനെ എഴുതി വെച്ച് ഓരോ പേജിൽ എഴുതി വെച്ച് ഇതൊക്കെ പഠിച്ച സഹോദരൻ. ആ സഹോദരന്റെ ഉപ്പ പറയുന്നു, എന്റെ മോനെ പോലെ ഈ നാട്ടിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ വേറൊരാളില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവളെ അവൻ അടുക്കളയിൽ വെച്ച് ചവിട്ടിയിട്ടുണ്ട്. എന്റെ മക്കൾക്ക് അവനെ വല്ലാത്ത പേടിയായിരുന്നു. അവന്റെ കൂടപ്പുറപ്പുകൾക്ക് അവനെ വല്ലാത്ത ഭയമായിരുന്നു. പക്ഷേ 2 വർഷക്കാലം കൊണ്ട് അവൻ അല്ലാഹു കൊടുത്ത വഴി ഇൽമിന്റെ വഴിയായിരുന്നു. അവൻ വിട പറഞ്ഞു പോയപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത് അവന്റെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ ഞങ്ങളുടെ കൽബ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞെങ്കിൽ എന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഒരല്പസമയം ഒന്ന് ശ്രമിച്ചിട്ട് മടങ്ങിപ്പോകാമെന്ന് മാത്രം തീരുമാനിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മനസ്സലക്ക തുരീക്കൻ യൽതമിസു ഫീ ഇൽമാ സഹലല്ലാഹു ലഹു തുരീക്കൻ ഇലൽ ജന്ന. ഇൽമ പഠിക്കുന്ന ഒരു വഴി നീ തിരഞ്ഞെടുത്തു. ഇവിടെ നിന്ന് പഠിച്ചത്, അവിടെ നിന്ന് പഠിച്ചത്, അതൊക്കെ നിരന്തരമായി വീട്ടിൽ കൊണ്ടുവന്ന് എഴുതി തയ്യാറാക്കി മനസ്സിലാക്കി പഠിച്ച ഒരു ആലിമായി നീ മാറിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും എന്ന ഒരു ഹദീസ് ആ പിതാവിനോട് പറഞ്ഞ് തമാശ
ആ സഹോദരന്റെ ജീവിതവും മനസ്സിൽ നിന്ന് മാറുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്ന ധാരാളം യുവ സുഹൃത്തുക്കൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓടിയെത്തി ഇൽമിന്റെ വേദിയിൽ സുന്നത്ത് ജമാഅത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞ് ആവേശത്തോടെ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ തരാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിന്റെ അകത്ത് സംശയമുണ്ടാകും, ആശങ്കയുണ്ടാകും. അലി റളിയല്ലാഹു അൻഹു അറിവിന്റെ നിറകുടമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്നാനശക്കോ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വല്ലാത്ത സംശയമുണ്ടായിരുന്നു. പിന്നെ ആ സംശയം മാറിയതെപ്പോഴാ? നസലത്ത് അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ. ഈ നമ്മുടെ സംശയം മാറി എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സൂറത്തിറങ്ങിയോടുകൂടി നമ്മുടെ സംശയം മാറി. എന്തേ എങ്ങനെ ആ ഒരു സൂറത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം കൊണ്ട് എന്തുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട സഹാബി വര്യന്മാരുടെ സംശയം മാറിപ്പോയെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? ആ ഖുർആനിനകത്ത് ഖബറിനെ കുറിച്ച് പറയുന്ന രംഗത്തിന്റെ ഉള്ളറയിലുള്ള രഹസ്യം തിരിച്ചറിയാൻ ഉൾക്കണ്ണുള്ള അലി റളിയല്ലാഹു തആല അൻഹുവിന് കഴിഞ്ഞിരുന്നു. അതുപോലെയാണ് ഖുർആൻ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കാനുള്ളത്. കണ്ടവനൊന്നും നടത്താനുള്ള പൗറൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പറയൂലേ, ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്നു. എവിടെ ആരാ ഖുർആൻ ക്ലാസ് എടുക്കാൻ വന്നത്? മുടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഇവിടെ കൈയൊക്കെ കെട്ടി വലിയ സെറ്റപ്പിൽ വന്നിട്ട് പഠിപ്പിക്കാം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ നിനക്ക് പഠിപ്പിക്കാം. പക്ഷേ പഠിപ്പിക്കേണ്ടത് ഖുർആനിന്റെ അർത്ഥവും വിശദീകരണവും മാത്രമായിരിക്കണം. അല്ലാതെ നിനക്ക് തോന്നിയതുപോലെ എവിടെന്നെങ്കിലും കിട്ടിയ മണ്ണാങ്കട്ട കുളിമാരി ഈ ചെറുപ്പക്കാരന്റെ തലച്ചോറിലേക്ക് കുത്തിവെച്ചു കൊടുക്കാനാവരുത്. അവിടെയല്ലേ ആള് കൂടുതൽ. എവിടെ കുറയുന്നു അവിടെ ആള് കൂടില്ല. തറാവി എവിടെ എത്താക്കോ അവിടെ ഭയങ്കര ആളാണ്. മുഹറമിന്റെ നോമ്പ് വേണ്ട, ഷേബാന്റെ നോമ്പ് വേണ്ട, ഒരു നോമ്പും വേണ്ട. റമദാൻ മാസത്തിൽ പോലും 15 നോമ്പ് മതി സഹോദരി. ആണോ? ശരി, ഓറും കളമാരാ. 15 നോമ്പ് നമ്മൾ ഇത്രയും കാലം കിടന്ന് പിടിച്ചതൊക്കെ എന്തിനാ? ഇതൊക്കെ ചോദിച്ച് മനസ്സിലേക്ക് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ പോരാ എന്റെ സഹോദരങ്ങൾ. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇരിക്കുന്ന ഞാനിപ്പോ വെല്ലൂരിൽ തന്നെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട PSC അസലത്ത് എന്നറിയപ്പെടുന്ന ജലീൽ അസലത്ത്, അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ എത്ര വർഷമാണ് ദറസെടുക്കുന്നതെന്നറിയും. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമേ നമ്മളിങ്ങനെ പരിപാടി എടുത്ത് വെച്ച് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കും, കണ്ടോ നിന്നോട് മാത്രം കണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞപ്പോ തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിങ്ങനെ മലയാളം എടുത്ത് ഓളത്ത് വെച്ചുകൊണ്ട് നടക്കാനല്ലാതെ ആനിമീങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധിക്കാം. അല്ലെങ്കിൽ ഖുർആൻ അത്ഭുതമാണ്. നിങ്ങൾക്കറിയോ, ആ ഖുർആനിന്റെ ഖബറിനെ കുറിച്ചുള്ള ഒരൊറ്റ ആയത്തുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള ആശങ്ക നമ്മുടെ മനസ്സിന്റെ അകത്തു നിന്നും മാറിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറയണമെങ്കിൽ അത്രത്തോളം ഗൗരവമായ സൂറത്തിലുള്ളത് കൊണ്ടാണ്, അതവർ കണ്ടെത്തിയത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, വല്ലാഹി ലാ നസ്ഖി ഇലാഹി ഹത്താ ഇലാഹി, പിണങ്ങിയപ്പോ പറഞ്ഞതാ, ഹീൻ വരെ നിന്നെ ഞാൻ തൊടുകയില്ല എന്ന് പറഞ്ഞു. ഹീൻ വരെ നിന്നെ ഞാൻ തൊടുകയില്ല. ഹീൻ എന്ന് പറഞ്ഞ ഒരു അറബി ഭാഷയിൽ കുറച്ച് സമയം എന്നേ ഉള്ളൂ, ഇതിന് നേരം വരെ നിന്നെ ഞാൻ തൊടൂല എന്നാണ് എന്റെ അർത്ഥം. ഉപയോഗിച്ച വാക്ക് ഹീൻ എന്നായിരുന്നു. സാധാരണ ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങിയാൽ, ളുഹറിന് പിണങ്ങിയാൽ മരുവിനാണെന്നും, മരുവിന് പിണങ്ങിയാൽ രാവിലെ സുബഹിസ്കാരം കഴിയുമ്പോൾ വേണമെന്നോ, അല്ലെങ്കിൽ ഇഷാ കഴിയുമ്പോൾ തന്നെ ആണെന്നും. ചില സഹോദരിമാർക്ക് മരുവിന്റെ തലാൻ വീട്ടിൽ തന്നെയാണ് രണ്ടാമത്തെ റക്കാത്തിൽ പോയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം. നമ്മൾ അതിന്റെ ഇടയിലേക്ക് ഒന്ന് കൈയിട്ട അവസരം നമ്മൾ അവർ രക്ഷപ്പെടുകയും ചെയ്യും. അവർ പിന്നെ നമ്മൾ നന്നാക്കാൻ നന്നാക്കാൻ പ്രസിഡന്റും അകത്താവും, മൊയ്യാരുടെ അവസ്ഥ ഇതിന്റെ അവസ്ഥ അവരെന്ത് രക്ഷക്കെട്ടാവുകയും ചെയ്യും. നമ്മുടെ കുടുംബ കലഹികളാവും. അതെങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം? അത്രയ്ക്ക് ആർക്കും കൂടി പെട്ടെന്ന് പറച്ചു കളയാൻ പറ്റുന്ന ബന്ധമൊന്നുമല്ല. അതെങ്ങനെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, വല്ലാഹി ലാ നസ്ഖി ഇലാഹി, നിന്നെ ഹീൻ വരെ ഞാൻ തൊടൂലടി എന്ന് പറഞ്ഞു പിണങ്ങി മാറിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുറച്ച് സമയം കഴിയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെയാണല്ലോ, അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതോറും അടുക്കാൻ തോന്നുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അപ്പോ നമ്മളെ പിണക്കൊക്കെ പോട്ടെ, ഇനിയിപ്പോ നമ്മൾ എന്തായാലും നമ്മൾ ഒന്നിച്ച് മരിക്കുന്നത് ജീവിക്കാൻ. അപ്പൊ ഉടനെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വല്ലാഹി എന്ന ആണയിട്ടിട്ട് പറഞ്ഞത്
ഹീൻ വരെ എന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് അവധി? അതോ ഇച്ചിരി നേരം ആണോ? ഇച്ചിരി നേരമൊന്നുമല്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ഹീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് എന്നോട് വന്ന് പറഞ്ഞു തരാതെ എന്നെ തൊടാൻ ഞാൻ അനുവദിക്കൂല. അയാൾ ഇതാണ് വാചകം. പോണ്ട നീ അവളോട് പറയുന്നത്. പഠിച്ച് എല്ലാം കേട്ട് പഠിച്ചു വന്ന അവസാനം ഇപ്പൊ ഞാൻ ചെയ്യുന്ന മൊത്തം തെറ്റ്. അവളെ മൊയിലാരി വരണം മാത്രമേ ശരി. ഒരു സ്ഥലത്ത് കല്യാണം മുടങ്ങി തൃശ്ശൂർ ജില്ലയുടെ കുന്നംകുളം ഭാഗത്ത്. പുതിയ ഭർത്താവിനോട് പുതുമാപ്പിളയോട് പേരും ചോദിച്ച് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ചോദിച്ചു നൗഷാദ് വാർത്തകൾ അറിയുമെന്ന് ചോദിച്ചു. ചെറുക്കം പറഞ്ഞു അറിയില്ല. അപ്പൊ പെണ്ണ് വാപ്പാടുക്കുന്ന ചെറുക്കിന് ഒരു അല്പം തീരില്ല, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ വെച്ച് എന്താണ് എപ്പോഴും ഏത് കണ്ടുപിടിക്കണം, ഏത് പെണ്ണുപിടിക്കും, ഏത് ജമ്പ് വയ്ക്കണം, എത്ര ദീനില്ലാത്തവനാണെങ്കിലും അവസാനമാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ എന്തായാലും അറിയും. അപ്പൊ യവൻ അതുപോലും അറിഞ്ഞുകൂടെങ്കിൽ യവൻ ഒട്ടും ദീനില്ല വാപ്പാ എനിക്ക് എന്ന് പറഞ്ഞ് കല്യാണം മുടങ്ങി. കാരണം എന്താണെന്നറിയോ? ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് പോലും ആ നാട്ടിൽ നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാകുമെന്ന് ആ പെണ്ണിന്റെ മനസ്സിന്റെ ചിന്തയാണ് അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അപ്പൊ ഇയാളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിൽ ഹീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് എന്ന് പറയാതെ ഞാനിനി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കൂല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. നേരെ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംഭവം നടന്നുപോയി. എന്റെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ സംഭവിച്ചു പോയി, പറഞ്ഞു പോയി. അതുകൊണ്ട് ഹീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അകത്ത് പറയുന്ന ഒരർത്ഥവും വിശദീകരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഇറക്കുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി. ദുനിയാവിൽ ഒരു സ്ഥിരതാമസമുണ്ട്. വമത്താവുനിലാഹി, മരിക്കുന്നത് വരെ കുറച്ച് സുഖങ്ങളും ആഡംബരങ്ങളും നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഹീൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ. അയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മരിക്കുന്നവരെ തൊട്ടൂടെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, വല്ലാഹി ആണയിട്ടാ നീ പറഞ്ഞത്, അതുകൊണ്ട് മരിക്കുന്നവരെ തൊട്ടൂടെ. വേറെ ഒരു വാക്കും കിട്ടിയില്ല പറയാം. ഹീൻ തന്നെ കിട്ടിയുള്ളൂ. അയാളെ നേരെ ഒരു കാര്യം, ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്കൊന്ന് പോയാലോ? നിങ്ങൾക്ക് ഒഴിവ് കിട്ടുകയും കിട്ടട്ടെ. ചില ആൾക്കാർ എങ്ങനെയാണല്ലോ, ബാങ്ക് പലിശ ഹറാമാണോ? നമ്മുടെ ഉസ്താദ് പറഞ്ഞു ശക്തമായി ഹറാമാണ്. അപ്പുറത്തെ പള്ളി ഒന്ന് പോയി ചോദിച്ചാൽ ചിലപ്പോ ചെറിയ കുത്തിവെച്ച. അങ്ങനെ ഇപ്പൊ പള്ളികൾ തോറുമാണ് ഇപ്പൊ മസാല കച്ചവടം അല്ലേ? യഥാർത്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. മഹാന്മാരെ മുമ്പ് പറഞ്ഞ പല മക്കളെയും ഇന്ന് വെട്ടി ചുരുക്കി മാറ്റി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വളർച്ചകൾക്കും വേണ്ടി ഈ സമുദായം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശാപത്തെ തൊട്ടും അല്ലാഹുവിന്റെ കോപത്തെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഈ വാക്കിന് വേറെ അർത്ഥമുണ്ടോ എന്നറിയാനാ പോകുന്നത്. ഞാൻ നിയമം മാറ്റിമറിക്കാനില്ല. ചെന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു ഹീനിന് കൊടുക്കുന്ന അർത്ഥം 40 വർഷമാണെന്ന് പറഞ്ഞു. 40 വർഷം. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസമായി. 40 വർഷമൊക്കെ ആവുമ്പോ കട്ടയമ്പോഴൊക്കെ മടങ്ങി 90-99 ആവും. എന്നാലും കുഴപ്പമില്ല, തൊടാലോ, പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് പോയിരിക്കാനോ സംസാരിക്കാനോ. 40 വർഷം കഴിയുന്നല്ലേ ഉള്ളൂ. എന്നാ ഒന്ന് ഉസ്മാനിബിൻ അഫ്ഫാൻ റളിയല്ലാഹു പോയാൽ ചിലപ്പോൾ വല്ലതും കുറച്ച് കിട്ടിയാലോ നേരെ അങ്ങോട്ട് പോകണം. റേഷൻ കാർഡ് കൊണ്ട് താത്തമാര് ഓണക്കിറ്റ് വാങ്ങാൻ പോകണം. നേരെ പോയി ഉസ്മാനിബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞുകൊടുത്ത ആയത്തേതായാലും മുഴുവനും ഖുർആനായത്തുകളാ. ഒരു വാക്കിന്റെ ഖുർആനിന്റെ 4 സ്ഥലത്ത് വരുമ്പോൾ അർത്ഥവ്യത്യാസം നിങ്ങൾ ചിന്തിക്കണേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, പരിഭാഷ കൊണ്ട് ഖുർആൻ പഠിക്കാൻ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കൂല. നിങ്ങളുടെ മുമ്പിൽ ഇതിനെ പഠിക്കാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും അർത്ഥം വെച്ചത് ഹീനിനെയാണ്. മൂന്നാമത്തെ ആൾ അർത്ഥം വെക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു പോയി. ഹീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്ന മറ്റൊരു അർത്ഥം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറയുകയാ, തുബിതിയുകലഹാ കുല്ല ഹീനും ബിഇദ്നി റബ്ബിഹാ. ഈന്തപ്പന മരം അല്ലെങ്കിൽ ഫലവർഗം ഓരോ വർഷവും അതിന്റെ ഫലം കൊടുക്കുന്ന, ഓരോ വർഷവും എന്ന് പറയാൻ വേണ്ടി മാത്രം അല്ലാഹു അവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഹീൻ എന്ന് പറയുന്ന വാക്ക്. ആ സമയത്ത് ഇദ്ദേഹത്തിന് വളരെ സമാധാനമായി. 1 വർഷമായി. അങ്ങനെയാണെങ്കിൽ നേരെ അലി റളിയല്ലാഹു അൻഹു അടുത്തോടെ ഒന്ന് പോയാലോ? മരിക്കുന്നത് വരെ മാറി 40 വർഷം മാറി 1 വർഷമായി. ഒരു വാക്കുകൊണ്ട് 3 പേര് അർത്ഥം പറഞ്ഞതാ.
3 ആയത്താണ്. അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നപ്പോഴോ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനായി തോന്നിയിട്ട് പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയമാണ് ഹീൻ എന്ന് പറയുക. കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, സമയം കഴിഞ്ഞു പോയി, തങ്ങളെ വീട്ടിൽ കൊണ്ടുവരാ പോലെ പറ്റുള്ള. അതിനെന്താ, ഇത് 4 ആയത്തുകൾ, 4 വ്യക്തികൾ, 4 വാക്കുകൾ, ഒരേ അർത്ഥം, 4 അർത്ഥം. ഒരു വാക്കിന് ഹീൻ എന്ന് പറയുന്ന ഒരു വാക്കിന് 4 ആയത്തിൽ വന്നത് 4 അർത്ഥമാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ഫാത്തിഹയുടെ ഇയ്യാക നഅ്ബുദു, അതിനുശേഷം അതിന് മുമ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വേറെ എവിടെയെങ്കിലും ഉള്ള നഅ്ബുദു, രണ്ടിലും 2 അർത്ഥമാകാം. നമ്മളത് ചിന്തിക്കൂലല്ലോ. നമ്മൾ അവിടെ പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ട് ഇവിടെയും അങ്ങനെ പറയുമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ ക്ലാസ് നടക്കുന്ന മോഡലുകാരുടെ പിന്നാലെ സമുദായം പോയാൽ ഖബർ ജീവിതമൊക്കെ നീത്തരവാദി പറയുന്ന പോലെ വിശ്വസിക്കാനേ പറ്റൂ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സംശയം ഉണ്ടായിരുന്നു നമുക്ക്, ഖബറിന്റെ അകത്ത് പാമ്പുണ്ടോ തേളുണ്ടോ, അതൊക്കെ നമുക്ക് വലിയ സംശയമായിരുന്നു. പക്ഷേ ആ സംശയം മാറിയത് حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. ബഹുമാനപ്പെട്ടവരെ പറയുകയാ, ആ സൂറത്തിറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിന്റെ സംശയം മുഴുവനും മാറിപ്പോയി. നിങ്ങൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി. ഖബറിന്റെ അദാബുണ്ട് എന്ന് ഞങ്ങളുടെ മനസ്സിന്റെ കവാടങ്ങൾ തുറന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തരുന്ന ആയത്തിന്റെ മുന്നിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് അലി റളിയല്ലാഹു തആല പറയുകയാ. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പൊട്ടിക്കരന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബികൾ പറഞ്ഞില്ലേ, 1000 ആയത്തിന്റെ പ്രതിഫലമുള്ള ഒരു സൂറത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ തിരുമുമ്പിൽ വെച്ച് പറഞ്ഞ ഒരേ ഒരു സൂറത്ത് തകാസുറ. ഒരു ദിവസം രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും അൽഹാഖു മുത്തകാസുർ ഓതിയാൽ 1000 ആയത്തിന്റെ പ്രതിഫലമാണ് പെങ്ങളെ നിനക്ക് ലഭിക്കുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഒരാൾ അൽഹാഖു മുത്തകാസുർ ഹത്താ തുർത്തുൽ മഖാബിർ എന്ന സൂറത്ത് പാരായണം ചെയ്തു പോയാൽ 1000 ആയത്തോതിയതിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഒരു സൂറത്ത് ഓതിയവന് കൊടുക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ സൂറത്തിലൂടെ ഖബർ ശിക്ഷങ്ങൾക്ക് വിശ്വാസമായി എന്ന് അലി റളിയല്ലാഹു തആല പറയുകയാ. അവിടെയല്ലേ നമ്മളെ കൊണ്ട് കിടത്തിയിട്ട് എഴുന്നേറ്റ് പോകുന്നത്. ആ ഖബറിന്റെ അകത്ത് പുഞ്ചിരിയോടെ ഇറങ്ങി പോകാൻ നമുക്ക് സാധിക്കുമോ? അതുപോലെ പോയി കിടന്നില്ലേ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ്, ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം, ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല ദീനിന്റെ മനസ്സിതുപോലെ വേദനിച്ചിട്ടില്ല. അത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഒരാൾക്ക് വേണ്ടിയും പൊട്ടിക്കരഞ്ഞിട്ടില്ല. പ്രവാചകന്റെ മനസ്സ് പോലെ സങ്കടക്കടല് കോരിയറിഞ്ഞുകൊണ്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ട് പുഞ്ചിരിയോടെ അവന്റെ കത്ത് ചെന്ന് കിടന്ന് അൻസാറിനെ പോലെ തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ അല്ലാഹു തന്ന അവസരങ്ങൾ ആ പടച്ചവന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാമോ? എന്റെ പ്രിയമുള്ള സഹോദര, നിനക്ക് സാധിക്കുമോ? കബറടക്കത്തിന് പൂർലിങ്ങൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു വന്നാൽ എനിക്ക് വേണം എന്ന് പറഞ്ഞു മത്സരമായിരുന്നു. നമ്മളെ മയ്യപ്പിടക്കാൻ കൊണ്ടുപോകുമ്പോ കോളേജുമാരോട് നീ കണ്ടോടി കാരണം നമ്മളൊക്കെ ഗേൾ ഫ്രണ്ടിന്റെ ഓമന കുട്ടനായിരുന്നു. എല്ലാ പെണ്ണുങ്ങൾക്കും നമ്മുടെ മൊബൈൽ നമ്പർ, ആശയ്ക്കും അർച്ചനയ്ക്കും ഗീതയ്ക്കും സൂസന്നയ്ക്കും പ്രസന്നയ്ക്കും ഒക്കെ എല്ലാവരും വിളിച്ചു. എഴുന്നേറ്റോടാ ഓക്കെ. നേരം വിളിക്കുമ്പോൾ പറയണ നിൽക്കുക. കണ്ണ് തുറക്കുമ്പോ ഞാള് വിളിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ഉമ്മന് കൊണ്ട് ചേരണം, മോനെ റെഡ് കോഫി, വായൊന്നും കഴുകാൻ അതോടുകൂടി മറ്റോടെ വലിച്ചങ്ങോട്ട് കയറ്റി ഓടിക്കുന്നു കൂടി. ഇത് എവിടുന്ന് കിട്ടിയ സംസ്കാരമാണ്. പാതിരാത്രി നമ്മുടെ റോഡ് സൈഡിൽ ഒരു അപകടം ഉണ്ടാവട്ടെ, ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് നോക്കണം. സൗണ്ട് കേട്ട് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരെ നോക്കണം. ഹെഡ്സെറ്റ് ഇങ്ങനെ 2 എണ്ണം ചെരിക്കാത്ത വെച്ച് മൊബൈൽ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ വരും. ഒരു ടീഷർട്ട് തൊട്ട് ഒരു ബെർമൂഡ ഇട്ടിരിക്കും. ഇന്ന് ബെർമൂഡ ഇട്ടില്ലെങ്കിൽ ഉറക്കം പോലുള്ള ചെറുപ്പക്കാർ.
ആരാണ് ഈ സംസ്കാരം പഠിക്കുന്നത്? ദുബായിൽ പോയപ്പോ കിട്ടിയതാ, അമേരിക്കയിൽ പോയപ്പോ കിട്ടിയതാ, ഗൾഫിൽ പോയപ്പോ കിട്ടിയതാ? മുട്ടിന് മുകളിൽ നിൽക്കുന്ന ബഹുമാനിക്കുന്നത് എവിടെ വണ്ടി എടുത്തത്? ഉറയിക്കുന്ന സൗണ്ട് കിട്ടും. പാട്ട് വിടുള്ളൂ, പെട്ടെന്ന് സൗണ്ട് ഞെട്ടിപ്പോയി. അപ്പൊ ഡാഡ് പറഞ്ഞു റോട്ടിലൂടെ ഇറങ്ങി വന്നു. അത് ഡാഡെന്ന് പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ അതാത് പാർട്ടി പോയിട്ട് താടി പറഞ്ഞ ഡാഡി മോമണിക്കൽ ഡാഡെന്ന് പറയുന്നു. അവന്റെ സംസ്കാരം നോക്കണം. എവിടെ കുറച്ച് നോട്ട് കിട്ടുമ്പോ എന്താ നമ്മളിങ്ങനെ ആയി പോകുന്നത്, കുറച്ച് പണം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ആയി പോകുന്നത്. സഹാബികൾ ഏറ്റവും സമ്പന്നനായിരുന്നില്ലേ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല, അവരൊക്കെ എന്ത് സംസ്കാരമാണ് പണം കിട്ടിയപ്പോൾ മറന്നുപോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മളൊക്കെ മറന്നു. നമ്മളതിനൊക്കെ മാറ്റി നമുക്ക് കബർ ജീവിതം എന്ന് പറയുന്നത് ഒരു ലോക്കൽ ചിന്ത മാത്രമാണ്. പോരാ, ഭയപ്പെട്ടേ പറ്റൂ, പേടിച്ചേ പറ്റൂ, നൊമ്പരപ്പെട്ടേ പറ്റൂ, ഹൃദയം പൊട്ടി തകർന്നു പോയേ പറ്റൂ. കാരണമെന്തേ? എന്റെ പ്രായത്തിലുള്ള എത്രയോ ആൾക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട് മണ്ണറക്കകത്ത്. സുബ്ഹാനല്ലാഹ്, മണ്ണിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവച്ചുകൊണ്ട് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന തീപന്തത്തിലേക്ക് വലിച്ചെറിയുന്നവരെ പോലെ ഇറന്നിട്ട് നിന്റെ കൂട്ടുകാര് മടങ്ങിപ്പോകുമ്പോ അതിന്റെ അകത്ത് നടക്കുന്നതെന്താ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എന്ത് നന്മ നീ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും സുബ്ഹാനല്ലാഹ് ആ ഖബറിന്റെ അകത്ത് നീ കാണുന്നതാണ്, ആ പരലോകത്ത് നീ അറിയുന്നതാണ്. അത് മുഴുവനും അല്ലാഹു നിനക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, നീ ചെയ്തുപോയ അളവിന്റെ അളവനുസരിച്ചുള്ള തിന്മയുണ്ടല്ലോ, എന്തിനേറെ സംഗീതം ആസ്വദിച്ചതുൾപ്പെടെ എത്രയോ ഗാനമേള നടന്നിട്ടില്ലേ കുന്നംപുറത്ത്, എത്രയോ തിരുമാറ്റിക്കാത്ത നടന്നിട്ടില്ലേ യാറനഗറില്. ഇതിനേക്കാൾ ആവേശത്തോടെ ചെറുപ്പക്കാരെ മരത്തിന്റെ തോട്ടിലും വൃക്ഷത്തിന്റെ മുകളിലൊക്കെ കടന്നിരുന്നിട്ടില്ലേ? പാട്ട് കേൾക്കുമ്പോ ഒടുകൊണ്ടിറങ്ങി തലയിൽ കെട്ടിയിട്ട് നൃത്തം ചെയ്തിട്ടില്ലേ? കല്ലുകുപ്പിയെടുത്ത് പരസ്പരം ഒഴിച്ചിട്ട് സ്റ്റേജിന്റെ മുമ്പക്കിടം നാടി പാടിയിട്ടില്ലേ? മുഖത്തോട് മുഖം നോക്കിയിട്ടുന്ന ചെറുപ്പക്കാർ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുകയാ, പാട്ടയുസ്താദ് അറിഞ്ഞതാ നിങ്ങളുടെ ഗാനമേള കാണാൻ പോയത്. മോനെ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി പറയുകയാ, നിന്റെ വിജയത്തിന് വേണ്ടി പറയുകയാ, നിന്റെ ഉന്ന മനസ്സിന് വേണ്ടി പറയുകയാ. മാരകമായ രോഗം കൊണ്ടുകൊണ്ട് അല്ലാഹു പടച്ചു നമ്മുടെ പരീക്ഷിച്ചു പോയാൽ, കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാൽ നമ്മുടെ വിഷമം അല്ലാഹു മാറ്റിത്തരൂല മോനെ. പിന്നെ കൂടെയുള്ള ചെറുപ്പക്കാരുണ്ടാവില്ല, പിന്നെ തോളത്ത് കൈയിടുന്ന സഹോദരങ്ങളുണ്ടാവില്ല. നീയും നിന്റെ പിന്മകളുമായി കബറിന്റെ അകത്തേക്ക് കുടിച്ചു മൂടിയിട്ട് മറ്റുള്ളവർ മടങ്ങിപ്പോകുമ്പോ നീ വ്യഭിചരിച്ചതിന്റെ, നീ കള്ളുകുടിച്ചതിന്റെ, നീ ഹറാമ് ആസ്വാദിച്ചതിന്റെ മുഴുവനും അതാ കബറിന്റെ അകത്ത് നിന്നെ പേര് വരികയാ. വലിസൂയ ഞാൻ ചെയ്തുപോയ പിന്മകളെന്റെ കബറിന്റെ അകത്ത് കാത്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോരെങ്കിൽ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിലേക്ക് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് നീ ചെയ്തുപോലെ സർവ്വ തിന്മകളും നിന്റെ കൂടെ വരികയാ. ഒന്നും മാറി നിൽക്കുന്നില്ല. ബീച്ചിൽ നീ കറങ്ങാൻ പോയപ്പോ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന സഹോദരിയുടെ നഗ്നവീതിയിലേക്ക് അറിയാതെ കണ്ണോടിച്ചത് പോലും നിനക്ക് വേണ്ടി അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് മോനെ. കൂട്ടുകാരന്റെ മെമ്മറി കാർഡിലൂടെ ബ്ലൂ ഫിലിം നിന്റെ മൊബൈലിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ട് പാതിരാത്രി പുലരുന്നത് വരെ കണ്ടാസ്വദിച്ചവരെ എല്ലാവരും കിടന്നിറങ്ങുന്ന യൂട്യൂബിലൂടെ ലോകത്ത് നടക്കുന്ന കാമകേളി നിന്റെ വീടിന്റെ അടുക്കളയിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ച ചെറുപ്പക്കാരാ, ഇന്നാരുണ്ടടാ നിനക്ക്? മണ്ണിന്റെ കച്ചകത്ത് കൊണ്ടുവച്ച് സർവരും തിരിഞ്ഞില്ലേ? ഈ താരപടം ചൂടുമാറാറെ കാണാൻ നിന്റെ കൂടെ വന്ന കൂട്ടുകാരെവിടെ? കള്ളുകുപ്പിയിടത്ത് ന്യൂ ഇയർ ആഘോഷിച്ച ചെറുപ്പക്കാരെവിടെ? എത്ര പേരാ പോലെ റോഡിന്റെ നാനാഭാഗത്തോട്
ഓരോ ദിവസവും ചതഞ്ഞെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആക്രമികളിൽപ്പെട്ട് ചതഞ്ഞെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപകടങ്ങളിൽപ്പെട്ട് കൈകാര്യവും നഷ്ടപ്പെട്ടു പോയവർ, തലച്ചോറ് ചിതറിപ്പോയവർ, അത് മാത്രമല്ല മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ അല്ലാഹു പരീക്ഷിക്കുന്നവര്. ഇന്ന് ഞാൻ ഒരു 6 വയസ്സാണ് പൊന്നുമോനെ കണ്ടു. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണമല്ലോ, ഇനി ഒരു 6 വർഷം കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറില്ലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? 6 വയസ്സുള്ള പൊന്നുമോന്റെ മുഖത്ത് നോക്കിയിട്ട് 12 വയസ്സാകുമ്പോ നീ മരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഈ ആസീരോട് ഖുർആനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ആയുസ് നീട്ടാറില്ലാതെ ഈ സമുദായത്തിന്റെ മക്കളെ കൊണ്ടെന്താ കഴിയാ? എന്റെ കൊന്നമ്പറപ്പ് യാതനകളിൽ മനോഹരമായ വിജ്ഞാനവേദിയിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതൊരു കാസറ്റ് കേൾക്കുന്ന ലാഘവത്തോടെ പട്ടിക്കളയല്ല പോലെ എന്റെ നിറഞ്ഞിരിക്കുന്ന സഹോദരിമാരെ, ഇത് എങ്ങനെ സീരിയലിന്റെ മുന്നിൽ അടയിരിക്കുന്ന ദുർവടം മാറ്റിയിട്ട് അല്ലാഹുവിന്റെ അലവാട് കിടത്തിരുന്ന് കരയുന്ന എന്റെ കയ്യിലെടുക്കും പെങ്ങളെ. എന്നിട്ട് കബർ ജീവിതത്തിന്റെ ഭാസുരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലേക്ക് ആദ്യ സ്വീകരണം നമ്മളെ കൊണ്ടുവച്ച ഉടൻ അല്ലാഹു തരുന്ന വലിയ ആ ഒന്നാമത്തെ സ്വീകരണം, അല്ലാഹുവേ സ്വർഗത്തിന്റെ സുഗന്ധം കൊണ്ടാക്കണേ റബ്ബേ. എല്ലാവരും പിഞ്ചുകൊണ്ട് ഇറക്കിയ ഉടനെ അവരുടെ ഇറക്കി വെച്ച് പലകം മുകളിൽ നിരത്തിയാൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യനൊന്ന് ഉണരുമെന്ന, എഴുന്നേറ്റിരിക്കുമ്പോ പലകയിൽ തലകേറി ഇടിക്കുമത്ര. ഇപ്പോഴവൻ ചിന്തിക്കും, അല്ലാഹുവേ എന്റെ മക്കളെവിടെ, എന്റെ കുടുംബം എവിടെ, എന്റെ ഉസ്താദ് എവിടെ, എന്റെ സുഹൃത്തുക്കൾ എവിടെ, ഞാനിതെവിടെയാണ്? പഠിച്ചവനെ, ഞാൻ മരണപ്പെട്ടിരിക്കുകയാണ്. പിന്നെയാണ് നെഞ്ചിടി തുടങ്ങുക. ആ സമയം തഹജ്ജുദ് പോലും മുടക്കാതെ, സുബഹി ഒരു ദിവസം പോലും മുടക്കാതെ കൃത്യമായി ഇൽമിനെ സ്നേഹിച്ചവർക്ക് ആ ഖബറിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി സ്വർഗത്തിന്റെ ഇളം തെന്നിൽ കൊടുക്കുമെന്നാണ്. ഇന്ന് നമ്മൾ ബക്കറ്റിലേക്ക് ഇടാൻ പോകുന്ന സ്വതക്ക ആ സ്വർഗത്തിന്റെ ഇളം തെന്നലിന് വേണ്ടിയാണ്. ഓരോ മജ്‌ലിസിലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊരു തമാശയല്ല. കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു സിന്ധിക്കാത്തിന് ഉത്തരവാദിത്വം ഞാനാണ്. വെറുതെ ഒരു ബക്കറ്റ് വടങ്ങ് പോടാ എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ 10 രൂപ ഇട്ടാൽ, 100 രൂപ ഇട്ടാൽ, 500 രൂപ ഇട്ടാൽ, 1000 രൂപ ഇട്ടാൽ അതിനൊരു ദുആ വേണം. ആ ദുആ ഇപ്പം തന്നെ നിങ്ങൾക്ക് തരികയാണ്. അല്ലാഹുവേ ഞങ്ങളെ കൊണ്ടുവന്നടക്കിയാൽ ഒന്നാമത്തെ സ്വീകരണം സ്വർഗത്തിന്റെ തെന്നൽ, സ്വർഗത്തിന്റെ ഇളം സുഖം നമ്മുടെ ഖബറിന്റെ അകത്തേക്ക് അടിച്ചു വീശുമ്പോൾ മനസ്സിനൊരു റാഹത്ത് കിട്ടും. മലക്കളോട് വരുമ്പോൾ തന്റെ ഇടം കിട്ടും മറുപടി പറയാൻ. അല്ലെങ്കിൽ പതറിപ്പോകും. നമ്മുടെ മക്കൾ പോയിട്ട് താറപ്പയുടെ പൈസയും കൊടുത്ത് ഖബർ വിട്ട ആളിന് കാശും കൊടുത്തവരൊക്കെ പിരിഞ്ഞു പോയാൽ പലപ്പോഴും ഓതാനും നിൽക്കുന്നില്ലാനും ഒക്കെ അവർ മറന്നുപോകും. ചിലപ്പോൾ ഒരു ദിവസമെങ്കിലും നമുക്കെങ്ങനെ കിട്ടും. പക്ഷേ പിന്നെ ബന്ധങ്ങളില്ല. ഇനി മക്കളരികിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു സഹായം ചോദിച്ച് വേറെ ആളുടെ മുന്നിലേക്ക് പോകാൻ പറ്റില്ല. സർവ്വ സഹായങ്ങളും മറ്റുള്ളവർ ഊതി നമുക്ക് തരണം. അതുകൊണ്ട് ചിലപ്പോൾ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് ചെയ്യുന്ന ഈ വലിയ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നമ്മൾ മരണപ്പെട്ടാൽ വലിയ ഒരു സന്തോഷം നമ്മുടെ ഖബറിന്റെ അകത്ത് സ്വീകരണമായി തന്നാലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ റഹ്മാനായ രാജസയ്യിദായ കരുണക്കടയായ പടച്ചവനെ, ഈ മജ്‌ലിസിൽ നിറഞ്ഞിരിക്കുന്ന സാധുക്കളും പാപികളുമായ സഹോദരങ്ങൾ എത്രയോ ദൂരത്തു നിന്നാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, അല്ലാഹുവേ വയനാട് എന്ന് പോലും വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാര് അവരൊക്കെ ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ അല്ലാഹുവേ ഇന്ന് മക്കത്തിലേക്ക് സ്വതക്കയിടാൻ പോകുന്നത് ഖബറിലേക്ക് നിങ്ങളുടെ മയ്യത്തിറക്കി വെക്കുമ്പോൾ സ്വർഗത്തിന്റെ സ്വീകരണം കിട്ടാനാണ്. അല്ലാഹുവേ കാളമ്പാടി ഉസ്താദിന്റെ മയ്യത്തിന് മുന്നിൽ എത്ര 10,000 നിസ്കരിച്ചു പോയത്. എത്ര സയ്യിദന്മാരാണ് പാണക്കാട് കുടുംബത്തിന്റെ വെള്ളി നക്ഷത്രങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടപ്പോൾ കൊതി വന്നുപോയി. റബ്ബേ, പാവപ്പെട്ട ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആരാണ് പടച്ചവനെ വരുന്നത്? അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ആലിമീങ്ങളെയും മഹാത്തുലീങ്ങളെയും നിറച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നമ്മുടെ ഖബറടക്കത്തിന് തരണേ അല്ലാഹ്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഖബറിന്റെ അകത്തേക്ക് നിങ്ങളെ ഇറക്കി വെക്കുമ്പോൾ സ്വർഗത്തിന്റെ സ്വീകരണം തരണേ അല്ലാഹ്.
സ്വർഗത്തിന്റെ ഇടം തെങ്ങല് തരണേ അല്ലാ. ഈ സദസ്സിൽ വന്ന പാവപ്പെട്ട സഹോദരിമാര്, അല്ലാഹുവേ, ഭക്തന്മാര്, സഹോദരങ്ങള്, അവര് ബക്കറ്റിലേക്ക് 100 രൂപ ഇട്ടാലും 500 രൂപ ഇട്ടാലും 1000 രൂപ ഇട്ടാലും ആരും അറിയാതെ നീ മാത്രം അറിയുന്ന ഒരു വലിയ തുറക്ക അസാത്തുൽ ഹുദാ മദ്രസയ്ക്ക് വേണ്ടി അതിന്റെ പുരോഗമനത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോ അല്ലാഹുവേ, ഈ വലിയ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഖബർ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ടുള്ള സ്വീകരണം തരണേ അല്ലാഹ്. ഇത് വ്യക്തിപരമായ ഒരു സ്വാർത്ഥതയാണ്. നമുക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നത് എന്റെ കാര്യമാണ് അല്ലാഹുവേ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടാൽ ഈ വലിയ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ചിലപ്പോൾ നീ എനിക്ക് വലിയൊരു നന്മ തന്നാലോ അല്ലാഹു സംഘാടകർ കൊണ്ടുവരണം. എല്ലാവരും ഇപ്പോൾ ഒരു തുക എടുത്തു വെക്കണം. അല്ലാഹു നോക്കുന്നുണ്ട് നിങ്ങൾ എത്ര രൂപയാണ് എടുക്കുന്നത് എന്ന് അല്ലാഹു അറിയുന്നവരാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ വീക്ഷിക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അല്ലാഹു ഇതൊരു അസാസുൽ ഹുദാ മദ്രസയുടെ വലിയ നിധി കൂമ്പാരമാക്കി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അതിന് പകരം നമ്മുടെ ഖബറിന്റെ അകത്തൊരു വലിയ മുതൽക്കൂട്ടാക്കി അല്ലാഹു ഈ സുറത്തെ മാറ്റട്ടെ. എല്ലാവരും മുമ്പിലേക്ക് വരും. എല്ലാ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഭാഗത്ത് കൊണ്ടിട്ട് ഇപ്പൊ തന്നെ എടുക്കുക. അല്ലാഹു വീക്ഷിക്കുന്നുണ്ട് നമ്മൾ എത്രയാണ് എടുക്കുന്നത്, ചെറുതാണോ വലുതാണോ. അല്ലാഹു നമ്മുടെ പോക്കറ്റ് അറിയുന്നവരാണ്, നമുക്ക് തന്ന സമ്പാദ്യം അറിയുന്നവരാണ്. ഖബർ ജീവിതത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഇന്നൊരു സഹോദരൻ വൈകുന്നേരം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, സാർ ഇന്നലെയും ഞങ്ങൾ ബക്കറ്റ് തുറക്കിയിട്ടു. ഏത് മജ്‌ലിസിൽ വന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞങ്ങൾ അതിലേക്ക് നെയ്യത്ത് ചെയ്തിടാറുണ്ട്. ആ നെയ്യത്ത് അല്ലാഹു നമുക്ക് പലപ്പോഴും നടത്തി തരാറുണ്ട്. ഉമ്മയോട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ അങ്ങനെ മുമ്പോട്ട് ഒരു വാത് പറഞ്ഞപ്പോൾ നെയ്യത്ത് ചെയ്ത് ബക്കറ്റിലേക്ക് തുറക്കിയിട്ടു. പെരുന്നാളിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ അരികത്തിരുന്നു കൊണ്ട് ചായ കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തു. ഉപ്പയോടുള്ള പിണക്കം മാറാൻ, വിഷമങ്ങളും വേദനകളും മാറാൻ, സങ്കടങ്ങളും നൊമ്പരങ്ങളും മാറാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു സുറക്ക വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ മുന്നിലേക്കും കടന്നു വരികയാണ്. എല്ലാവരുടെ മുന്നിലേക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് അവർക്ക് ആ ബക്കറ്റിലേക്ക് തുറക്കിയിട്ട് കൊടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു വിജയിപ്പിക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. സമയക്കുറവാണ്, വേഗം നമുക്ക് നിർത്തി ഇൻഷാ അല്ലാഹ് പിരിയേണ്ടത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ സംശയം അങ്ങനെയാണ് തീർന്നു പോയത്. പക്ഷേ നിങ്ങളിൽ പലരുടെയും സംശയം മാറിയിട്ടില്ല. എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ഖബറിനകത്ത് പാമ്പ് വരിക, തേള് വരിക, തീ കൂട്ടുക, ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ വലിയ ആശങ്കയാണ്. എന്നാൽ ഈ കുന്നുംപുറത്തുള്ള യാർ നഗറിലുള്ള പുറത്ത് ചെറുപ്പക്കാർ തീരുമാനിക്കുകയാണ്, ഞങ്ങളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരാണ്, അറിവുള്ളവരാണ്, ഞങ്ങളെല്ലാവരും കൂടി ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ കുന്നുംപുറത്തിന്റെ പരിസരത്ത് ഏറ്റവും വൃത്തികെട്ടവനായ, കള്ളുകൊടിയനായ, പെള്ളുപിടിയവനായ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ ഖബറിന്റെ അകത്തേക്ക് ഒരു മിഷൻ ഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഉസ്താദിന്റെ അഭിപ്രായം എന്താ? തന്നെ ചോദിക്കണം. ചില കുറച്ച് ചെറുപ്പക്കാർ ചോദിക്കാണെന്ന് വെച്ചു. ഇന്നലെ പിന്നെ ഉസ്താദുമാരെയൊന്നും പേരൊന്നും എനിക്ക് പരിചയമില്ല. ഇന്ന് പിന്നെ കുളപ്പുറ ഉസ്താദ് കയറി നമ്മുടെ മുസ്തഫ, നിങ്ങളുടെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി അതൊക്കെ നമ്മുടെ നാട്ടിലെ താരങ്ങളാണ്. നലവി. അപ്പൊ അലവിദാരി ഉസ്താദിനോട് കുറച്ച് ഭൂരിപക്ഷം ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ വിദ്യാസമ്പന്നരാണ്, ഞങ്ങൾക്കൊരു പരീക്ഷണം നടത്താൻ ആഗ്രഹമുണ്ട്. ഉസ്താദ് മഹല്ലുമായി സംസാരിച്ച് അനുവാദം തരാം. ഉസ്താദ് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞോളൂ. കുട്ടികൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയായ ഒരാൾ മരണപ്പെടുന്നു എന്നിരിക്കട്ടെ, കള്ളുകുടിയൻ, പെണ്ണുകുടിയൻ, അയാൾ ആകെ നശിച്ചവനാണ്, എല്ലാവർക്കും അറിയാം. അയാൾ മരിക്കുമ്പോൾ അയാളുടെ ഖബറിലേക്ക് ഞങ്ങൾ ഒരു ക്യാമറ ഘടിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് ആ ക്യാമറയുടെ കണക്ഷൻ പുറത്ത് വലിയ സ്ക്രീൻ വെച്ചിട്ട് കുന്നുംപുറത്ത് ഇതിനേക്കാൾ വലിയ ഗ്രൗണ്ടിൽ ഖബറിന്റെ അകത്ത് നടക്കുന്നത് നമ്മൾ പുറത്ത് കാണിക്കാൻ പോവാണ്. സാർ എന്ത് പറയുന്നു? സാർ പറഞ്ഞു, അങ്ങനെ പുറത്ത് കാണുമോ? ഉറപ്പായിട്ടും കാണാം. എന്നാൽ നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു എലിയെ കൊണ്ടിട്ട് നമുക്ക് കുളിച്ചിട്ട് നോക്കാം. എല്ലാവരും എലിയാണെങ്കിൽ കൊല്ലുക. പാവ എലി എന്ത് കഴിച്ചു? മരുന്ന് കണ്ടുപിടിച്ചാലും എലി, മന്ത്രം കണ്ടുപിടിച്ചാലും എലി, എല്ലാത്തിനും ആദ്യം എലിയെ കുടിച്ചു പോകുന്നു. ഒന്നിട്ട് കവറടക്കി ക്യാമറ വെച്ച് വിളി സ്ക്രീൻ വെച്ചപ്പോൾ ശരി അതിനകത്തില്ല.
സ്ക്രീനിൽ നല്ലപോലെ കാണാം. ഉസ്താദ് പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. അറിവിതാരി സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ചെറുപ്പക്കാരി മരിക്കാൻ വേണ്ടി കാത്തിരുന്നു. നാട്ടിലെ ഏറ്റവും വലിയതന്മാർ കള്ളുകുടിച്ച് റോഡിൽ നടക്കുമ്പോൾ ചെറുപ്പക്കാർ കുറെ ക്യാമറ വെക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു അവസാനം അയാൾ മരണപ്പെട്ടു. ചെറുപ്പക്കാർക്ക് വലിയ സന്തോഷമായി. കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മളെ മറ്റേ ദിവസത്തിൽ കൂടി പറഞ്ഞു എങ്കിലും വലിയ ആനന്ദമായി. പ്രത്യേകിച്ച് നോട്ടീസൊക്കെ ഇറക്കി. ഇന്ന ആളുടെ കവറ് പിന്നെ നമ്മൾ സ്ക്രീനിലൂടെ LCD ക്ലിപ്പിംഗ് സഹിതം കവറിൽ ചോദ്യോത്തരം നോട്ടീസ് ഇറക്കി. ആളുകൂടി ഭയങ്കര ആള്. അങ്ങനെ ആളുകൂടി ഇങ്ങനെ നിറഞ്ഞു പോയി. സഹോദരിമാരോട് കൂടുതൽ. കാരണം എന്താ, കവറിന്റെ അടുത്ത് ശിക്ഷയില്ലെങ്കിൽ നിർത്തിയ കുടുംബപ്പൂ തുടങ്ങാലോ. ഇല്ലെന്ന് അറിയണ്ടേ, സംശയമല്ലേ മനസ്സിന്റെ ഉള്ളിൽ. ഇങ്ങനെ എല്ലാം മാറ്റങ്ങൾ എല്ലാവരും വന്ന് നിറഞ്ഞു. സ്ക്രീൻ വെച്ചു, മറ്റേ ആളെ അടക്കി ക്യാമറയൊക്കെ വെച്ചു. വെളിയിൽ നല്ലതുപോലെ മയ്യത്തിനൊക്കെ സ്ക്രീനിലൂടെ കാണാം. സന്തോഷമായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉസ്താദിനെ കുറിച്ച് ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോളൂ. നിങ്ങളല്ലേ ഈ കവറിനകത്ത് പാമ്പുണ്ട് പോയാലുണ്ടെന്നല്ലോ, നിങ്ങളെന്ന് ഫ്രണ്ടിൽ കണ്ടേരിക്കുന്നോളാണ്. അവസാനം 3 കാല് മണ്ണുവാരിയിട്ട് 3 ചുവട്ടടി മാറുമ്പോഴാണ് മുൻഗണനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. 3 ചുവട്ടടി മാറി 300 ചുവട്ടടി മാറി തിരിഞ്ഞ് പള്ളിയിലെ ഹൗദിലൂടെ ഇറങ്ങിയ ആൾക്കാർ. എന്നിട്ട് മുൻഗണനയ്ക്ക് വരണില്ല. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് ചെറുപ്പക്കാർ ചോദിച്ചു ഇവിടെ കണ്ടില്ലല്ലോ. ഉസ്താദ് പറഞ്ഞു വരൂടാ, ഒരുപാട് മയ്യത്തൊക്കെ ഉള്ളതല്ലേ, നിങ്ങളെ ഉപ്പാപ്പായ മാത്രം ചോദിച്ചാൽ മതിയോ, ഒരാളെ മാത്രം ചോദിച്ചാൽ മതിയോ, ഒരുപാട് മുൻഗണനയ്ക്ക് ചെറിയ ഡ്യൂട്ടി എന്നല്ല വിളിച്ചിരിക്കുക, വലിയ ഡ്യൂട്ടിയല്ലേ. അപ്പൊ ഒരുപാട് മയ്യത്തുകളൊക്കെ ചോദിക്കാനുണ്ട്, നിങ്ങളെ മയ്യത്തിനകത്ത് മാത്രം വന്നാൽ മതിയോ? അതിനുള്ള സംശയം ഇൻഷാല്ലാ പാണ്ടിക്കാട് 27-28 പറയുന്നുണ്ട്. അസ്രായില് എങ്ങനെയാണ് ഒരുമിച്ച് 1000 പേരുടെ റൂഹ് പിടിക്കുക, എങ്ങനെയാണ് 10000 പേരുടെ റൂഹ് പിടിക്കുക, ആത്മാവും അസ്രായിലും എന്ന വിഷയത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെ ഉസ്താദിനും മനസ്സുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ വലിയ കൊളാവോ കവറെന്നൊക്കെ പറഞ്ഞ് പള്ളിക്ക് വൈദ്യം മാറ്റി അവസാനം ജോലിയാവോ നിങ്ങൾ ആലോചിക്കാം. ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ചെറുപ്പക്കാർ കുറച്ചു പേര് പറഞ്ഞു, സഹോദരിമാരൊക്കെ പറഞ്ഞു മക്കളെ ഇതൊക്കെ വീരാക്കും മതി, വെറുതെ പറയാം, കബറിന്റെ അകത്ത് ശിക്ഷയില്ല. യുക്തിവാദത്തിന്റെ ചിന്ത പോലെ അല്പം പോലും മനസ്സിന്റെ അകത്ത് കടന്നു വന്നിട്ടുള്ള സഹോദരങ്ങളുടെ ഗൗരവത്തോടുകൂടി കേൾക്കണം, തിരിച്ചു കളയാനുള്ളതല്ല. അങ്ങനെ നോക്കി കണ്ടില്ല. അപ്പോ 2 ദിവസം കഴിഞ്ഞു. കബറിനകത്ത് ആരും വന്നില്ല. കുറച്ച് ഇടഞ്ഞ് ഈ ചെറിയ പ്രാണികളും ഉറുമ്പുകളും ഒക്കെ ഈ മയ്യത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുകയാണ്. അള്ളാഹുവേ നമ്മളെ കൊണ്ട് അടക്കി നമ്മളെ തുണിയുടെ മുകളിലൂടെ കുഞ്ഞുറുമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു പറയുമ്പോൾ തന്നെ പേടിയാവണം. ആ നമ്മൾ എങ്ങനെ ഭീകര ജീവികളെ, ജന്തുക്കളെ, പ്രിയമുള്ളവരെ അഭിമുഖീകരിക്കും? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ ഇത് പറയുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത ഭയം വരികയാണ്. അതല്ലാതെ വേറൊന്നും അവിടെ നടക്കുന്നില്ല. 3ന്റെ അന്ന് നോക്കുമ്പോ ഒന്നും നടക്കുന്നില്ല. അപ്പോ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് 3-ാം പാർട്ടി ഹറാമാണെന്ന് പറയുന്നത്. ഒരു കണ്ടോ നമ്മളൊക്കെ നരകത്തില, നമ്മൾ മുൻകൂസ് പോലും തോന്നൂല, നമ്മൾ വട്ട തോന്നൂല, 3-ാം പാർട്ടി നടത്തൂല നമ്മൾ നിങ്ങൾ നോട്ടീസ് ഇറക്കിയില്ലേ. അവരുടെ അകത്ത് ഒരു വണ്ണം കട്ടിയില്ല. കണ്ടു, അവർക്കൊരു പേടിയില്ലായിരുന്നു. അപ്പൊ നമ്മളെ സംഘടനയാണ് സെറ്റപ്പ് എന്ന് അവർ വിലയിരുത്തി ഫ്രണ്ടിൽ. കാരണം ഒന്നും കാണുന്നില്ല അതിന്റെ അകത്ത്. അപ്പൊ ഇതൊക്കെ മൗലിയാക്കന്മാരെ നടത്തിയത് നെച്ചോറും ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തതൊക്കെ വെറുതെയാ എന്ന് അവർക്ക് മനസ്സിലായി. ചെറുപ്പക്കാർ പറഞ്ഞു അപ്പൊ അതാണ് ശരിയില്ലേ. കുറെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അലവിദാരി ഉസ്താദ് ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഫോൺ വിളിച്ചു. കാഴ്ചകൾ കാണാനുള്ള പവറില്ലാത്ത കണ്ണുകളാണ്. ഇയാളിന്റെ രംഗം മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. ആഖിറത്തിന്റെ ഒന്നും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റൂല. ആകാശം പോലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് പരലോകത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക? ഒത്താരി ഇമാമ പറയുകയാ, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് ആഖിറത്തിന്റെ രംഗങ്ങളൊന്നും കാണാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്തേ? ജീവിതമെന്ന് പറയുന്നത് ആലമു മലക്കൂത്താണ്. അവിടെ നടക്കുന്നത് ആലമുനാസൂത്തിലുള്ള നമുക്കറിയാൻ പറ്റൂല, കാണാൻ പറ്റൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗസാലി ഇമാമ പറയുന്നു, അവിടെ നിങ്ങൾ മയ്യത്ത് എങ്ങനെ കിടത്തിയിരിക്കുന്ന പോലെ തന്നെ 3ന്റെ ഒന്ന് തോണ്ടി നോക്കിയാലും കാണുന്നതാ. കബറുമായി നോക്കിയാൽ കണ്ണതാഴ്ന്നു പോയതായ ചിതറിന്നതായ ശരീരത്തെ
ആ മയ്യത്ത് നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുപോയത് ഖബറിന്റെ അകത്ത് തുറന്നു നോക്കിയാൽ കാണാൻ നമുക്ക് പറ്റൂല. നമ്മുടെ കണ്ണിനുള്ള പവറില്ല. പക്ഷേ ആ മയ്യത്തത് പൂർണ്ണമായും അനുഭവിക്കുന്നതാ. മയ്യത്തത് പൂർണ്ണമായും അനുഭവിക്കുന്നതാ. ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു, ആ ഖബറിന്റെ അകത്ത് വരുന്ന പാമ്പ് അത് ദുനിയാവിലെ പാമ്പല്ല. ആ ഖബറിന്റെ അകത്ത് വരുന്ന തേള് അത് ദുനിയാവിലെ തേളല്ല. ആ ഖബറിന്റെ അകത്ത് വരുന്ന ഇഴജന്തുക്കളൊന്നും ദുനിയാവിലെ ഇഴജന്തുക്കളല്ല. ആ ഖബറിന്റെ അകത്ത് കത്തിക്കപ്പെടുന്ന തീയുണ്ടല്ലോ അത് ദുനിയാവിന്റെ തീയല്ല. അതൊന്നും നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അല്ലാഹു നമുക്ക് കാണാനുള്ള പവർ തന്നിട്ടില്ല. പക്ഷേ മഹാന്മാര് കണ്ടിട്ടുണ്ട്, മഹത്തുക്കള് കണ്ടിട്ടുണ്ട്. ഖുലൂബുല്ലാഹി ഫീനലഹാ ഉയൂനു റഹ്മാലാ യറാഹുന്നാദിറൂന. മഹാന്മാരായ സൂഫിയാക്കന്മാർക്ക് ആരിഫീങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന കൽബുണ്ടല്ലോ, അല്ലാഹു കൊടുത്തിരിക്കുന്ന കണ്ണുകളുണ്ടല്ലോ. നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറം കാണാൻ അവർക്ക് കഴിയുന്നതാ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നതാ. എല്ലാം സുബ്ഹാനല്ലാഹ് നമ്മളെക്കാളും പവറോടുകൂടി അല്ലാഹു കൊടുത്തിരിക്കുന്നതാ. അതുകൊണ്ടാണ് ചില മഹാന്മാര് ഖബറിന്റെ ഉള്ളറകളിലേക്ക് നടക്കുന്ന പല സംഭവങ്ങളും കണ്ടുപോയത്. എത്രയോ മഹാന്മാര് ഖബറാളുകളോട് സംസാരിച്ചിട്ടുണ്ട്. എത്രയോ മഹാന്മാര് ഖബറിന്റെ അകത്ത് അദാബുകൾ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഖബർ ജീവിതത്തിന്റെ എത്രയോ അത്ഭുതങ്ങൾ കണ്ടുപോയവരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് മുൻനിർത്തിയിട്ട് ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ വിശദീകരിക്കുകയാ. ഖബറിന്റെ അകത്ത് വരുന്ന ഒന്നാമത്തെ അത്ഭുതം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട യാറുന്നവർ കുന്നമ്പുറത്ത് ഒരുമിച്ച് കൂടിയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇമാം പറയുന്നു, ഒരു വലിയ തേള് ഖബറിന്റെ അകത്ത് വരുമെന്ന ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല, ഖബർ തോണ്ടി നോക്കുന്നവർക്ക് അറിയാൻ പറ്റൂല. ഒരു വലിയ തേള് ഖബറിന്റെ അകത്ത് വരുമെന്ന മയ്യത്തിനെ കൊത്തി വലിക്കുന്ന ഒരു ഭയാനകരമായ തേള് ആ ഖബറിന്റെ അകത്തേക്ക് വരുന്നതാണെന്ന് ഇമാം പറയുന്നു. എന്തിനാണ് വരുന്നതെന്ന് അണികൾ ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പറയുകയാ, കുന്നമ്പുറത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഭൂമികളെ, ആ ഖബറിന്റെ അകത്ത് വലിയ ഭയാനകരമായ തേളുകൾ കൊത്തിവലിക്കുന്ന ശരീരം നമ്മളാവല്ലേ. നമ്മളെ ആ ഖബറിന്റെ അകത്ത് കൊണ്ടു കിടത്തുമ്പോ സ്വർഗത്തിന്റെ സ്വീകരണത്തിന് പകരം വലിയ ഇടജന്തുക്കൾ വന്നിട്ട് കൊത്തിവലിക്കുന്ന പടുകൂട്ടം തേളുകൾ വന്നിട്ട് അവിടെ കാലുകൊണ്ട് കൊമ്പുകൊണ്ട് ശരീരം ഇങ്ങനെ വലിച്ചു കീറിയിട്ട് വേദന കൊണ്ട് പിഴയുന്നത് കാണാൻ നിന്റെ മക്കൾക്ക് കഴിയൂല. ആ യുദ്ധരക്കകത്ത് നീയും നീ ചെയ്തു പോരാ അമലുകളാണ്, നല്ലതാണെങ്കിൽ അത് തിന്മയാണെങ്കിൽ അത്. സുബ്ഹാനല്ലാഹ്, ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനകത്ത് എഴുതിയിരിക്കുകയാ, ആരുടെ മയ്യത്താണ് തേളുകൾ നരകത്തിന്റെ പടുകൂറ്റം തേളുകൾ വന്ന് കൊത്തിവലിച്ച് തീരുന്നതെന്നറിയോ? വൽബുഖുലു തൻഖലിബു ഫിൽ ഖബരി അഖറബല്ലാദിആ. ലുബ്ധത എന്ന് പറയുന്ന ദുർഗുണമുണ്ടല്ലോ, ലുബ്ധതയുണ്ടല്ലോ, ലുബ്ധത. നിന്റെ വീടിന്റെ പരിസരത്തുള്ള സഹോദരിമാരെ സഹായിക്കാൻ നിനക്ക് കഴിയുന്നില്ല, നിന്റെ നാട്ടിലുള്ള രോഗികളെ സഹായിക്കാൻ നിനക്ക് കഴിയുന്നില്ല, നിന്റെ വീട്ടിലുള്ള പാവപ്പെട്ട അനാഥ മക്കളെ സഹായിക്കാൻ നിനക്ക് കഴിയുന്നില്ല, വീടിന്റെ പരിസരത്ത് പൊറുതിമുട്ടിക്കടിയുന്ന ഉപ്പയില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടിയുടെ നിക്കാഹിന് 100 രൂപ മനോരമ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് മൂക്കുമൊട്ട സത്യം കൊണ്ടിട്ട് മടങ്ങി വരുന്ന കുംഭ വീർപ്പിക്കാൻ വേണ്ടി മാത്രം സമുദായത്തെ സ്നേഹിക്കുന്ന സ്വന്തമാര് പഠിച്ചോ. നീ കാണിക്കുന്ന ലുബ്ധതയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിനോട് കാണിക്കുന്ന, പാവപ്പെട്ടവരോട് കാണിക്കുന്ന, അനാഥ മക്കളോട് കാണിക്കുന്ന, അറിയപ്പെട്ട സ്ഥലത്ത് പള്ളിക്കു വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി കാണിക്കുന്ന ലുബ്ധതയുണ്ടല്ലോ. നിന്റെ ഖബറിന്റെ അകത്ത് രൂപഭാവമായി മാറുന്നതാണ്. നിന്നെ കൊത്തിവലിക്കുന്ന തേളുകളായി ആ തേള് ഖബറിന്റെ അകത്ത് വരുന്നതാ. അതുകൊണ്ടല്ലേ അല്ലാഹു
സഹാബത്തിന്റെ യുദ്ധതയെന്ന് പറയുന്ന ഏറ്റവും വലിയ ഖബറിന്റെ അകത്ത് മോശത്തരമായി ചിത്രീകരിക്കപ്പെടുന്ന ദുർഗുണത്തെ അല്ലാഹുവിന്റെ റസൂൽ മാറ്റിക്കൊടുത്തില്ലേ പ്രിയപ്പെട്ട സഹാബത്തിന്റെ? പട്ടിണി കിടന്ന് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കഴിക്കാനൊരു പത്തിരിക്കഷണം കൊടുത്തപ്പോ പള്ളിയുടെ നടയിലിരിക്കുന്ന ഫക്കീറായ മനുഷ്യന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അതും കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. വീടിന്റെ മുമ്പിലേക്ക് പൊട്ടിത്തകർന്ന മനസ്സുമായി വസ്ത്രമില്ല ഫാത്തിമ, ഉടുതുണിയില്ല ഫാത്തിമ, വിശപ്പടക്കാൻ നിവർത്തിയില്ല ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു വന്നവർക്ക് തന്റെ പ്രിയപ്പെട്ട മക്കള് പുതച്ചു കിടക്കുന്ന തോച്ചുന്ന തണുപ്പത്ത് ആകെയുള്ള ഒരു തുണിയുടെ ചോട്ടിൽ കിടന്നിറങ്ങുന്ന മക്കളുടെ ശരീരത്തിലും ആ തുണിയെടുത്തുകൊണ്ട് വന്ന് കൊടുത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹേ. ഈ കുന്നംപുറത്തുകാരിയായ സഹോദരിമാരെ മറക്കല്ലേ. അവസാനം തന്നെ എല്ലാമായ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് സമ്മാനിച്ച ഓർമ്മയുടെ ഓളങ്ങളെ കഴുകി തലോടുന്ന മനോഹരമായ മാല, ആ മാല കൊണ്ടുവന്ന് ഫക്കീറായ മനുഷ്യന്റെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോ, അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കടിച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരോടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് മടങ്ങിപ്പോയ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുകയാ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ അകത്ത് കണ്ടുപോയ രണ്ട് പ്രത്യേകമായ അത്ഭുതങ്ങള്, അബ്ദുല്ലാഹി മറാത്ത് റളിയല്ലാഹു അൻഹു കണ്ടുപോയ നരകത്തിന്റെ അദാബ് കൊണ്ട് നിറയ്ക്കപ്പെട്ട വലിയ അത്ഭുതങ്ങള്. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ മഹനീയമായ മജ്‌ലിസിനെ സാക്ഷി നിർത്തിയിട്ട് പറയുകയാ, അല്ലാഹുവേ ആദ്യമായിട്ടൊരു പ്രിയപ്പെട്ടവങ്ങൾ 6266 രൂപ യാർ നഗറിന്റെ അസാത്തുൽ ഹുദാ മദ്രസയ്ക്ക് വേണ്ടി സ്വതക്ക ചെയ്തു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ല, അവിടെ സമ്പത്ത് വിശാലമാക്കി കൊടുക്കണേ അല്ല, അവരെ യുദ്ധരാക്കല്ലേ അല്ല. അവർ ലോകത്തിലും വിട പറയുമ്പോ അവിടെ ഖബറിന്റെ അകത്ത് അല്ലാഹുവേ അവരെ കൊത്തിവലിക്കുന്ന തേടുകളെ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ല, മദ്രസയുടെ പ്രിയപ്പെട്ട പരിപാലകരുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയാണ്, സംശയമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാര് നേതൃത്വം കൊടുക്കുന്ന ആ മദ്രസയുടെ മക്കളുടെ പ്രാർത്ഥനയും നിന്റെ ഖബറിന്റെ അകത്ത് കിട്ടാ ഈ മഹനീയ മജ്‌ലിസിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യമായിട്ട് ഒരാള് ഉസ്താദേ നിങ്ങൾ എന്നും ദുആ ചെയ്യണം, നാളെ ഞാൻ ഉച്ച സമയത്ത് 1:30 മണിക്ക് പ്രഭാഷണത്തിന് പോകുന്നത് എന്റെ നാടിന്റെ പരിസരത്തുള്ള വെള്ളാഞ്ചിറ എന്ന് പറയുന്ന 100 കണക്കിന് അനാഥ മക്കളുള്ള 100 കണക്കിന് ആകുലങ്ങളുള്ള റമദാൻ മാസത്തിന്റെ 2ാമത്തെ പത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോരാ ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് ഉസ്താദ് എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരനായ ആ ബഹുമാനപ്പെട്ടവരുടെ മക്കാവിന്റെ തിരുഹദറത്തിലേക്കാണ് പോകുന്നത്. ആ മഹനീയമായ സദസ്സില് അനാഥ മക്കളെ ഇരുത്തി ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട്. 2 മാസം കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി റൗളാ ശരീഫിന്റെ മുറ്റത്തിരുന്ന് ദുആ ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മജ്‌ലിസിൽ വന്ന സഹോദരങ്ങളെ സഹോദരിമാര് ആ മദ്രസയ്ക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവരെ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞിട്ട് ചോദിക്കുകയാ, ആദ്യമായ താർക്കാട് ഖുർആൻ പഠിപ്പിക്കുന്ന, സ്വലാത്ത് പഠിപ്പിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ വളർത്തുന്ന സ്ഥാപനത്തിന് വേണ്ടി 10,001 രൂപ ഒന്നും നോക്കാതെ ആവേശത്തോടെ പറയാൻ കഴിയുന്നതാർക്കാ? നൗഷാദ് മാത്തയുടെ ദുആയിൽ വിശ്വാസമുള്ള, ഓരോ സദസ്സിലും 100 കണക്കാറ് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന, നിങ്ങളറിയാതെ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ നിങ്ങളറിയാതെ നിങ്ങളെ പിന്തുടരുന്ന വലിയൊരു ദുആ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഏത് സഹോദരങ്ങളും ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ആദ്യമായി എഴുന്നേൽക്കാൻ കഴിയുന്നത് അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം നീ ആർക്ക് കൊടുത്താലും അവരെ നിരാശപ്പെടുത്തല്ല അല്ലാ. സാമ്പത്തിക ലാഭം കൊടുക്കണ അല്ലാ, നഷ്ടപ്പാടും ദുഃഖവും ദുരിതവും കൊടുക്കല്ല അല്ലാ.